നമ്മുടെ മക്കളുടെ കയ്യിൽ എല്ലാ സൗകര്യവുമുള്ള മൊബൈലുണ്ട്. അതിൽ നിന്ന് വേണമെങ്കിൽ ബുറുദ കേൾക്കാം, മദീനയുടെ ഖുബ്ബ കാണാം. അതേ സമയം തന്നെ അന്യ സ്ത്രീകളുടെ രഹസ്യഭാഗങ്ങളും അന്യ സ്ത്രീകളെയും എല്ലാം ലോകത്തിന്റെ മുമ്പിൽ തുറക്കപ്പെട്ട് കിടക്കുകയാണ്. എല്ലാം കാണാം. ഏത് കാണണമെന്ന് തീരുമാനിക്കേണ്ടത് അവന്റെ മനസ്സാക്ഷിയാണ്. അവന്റെ മനസ്സാക്ഷിയെ രൂപപ്പെടുത്തേണ്ടത് അല്ലാഹ് എന്ന ചിന്തയാണ്. മഹാനായ ഇമാം അബ്ദുല്ലാഹി യാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു സംഭവം എന്താണ്? കണ്ടില്ലേ സഹോദരന്മാരെ, റൗദുർ റയാഹീനിൽ കാണാം, ബസറ തെരുവിൽ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നയാൾ, അദ്ദേഹത്തിന്റെ സുന്ദരനായ ഒരു മകനുണ്ട്. ആ മകനെ കുറിച്ചുള്ള സംഭവം പറയുകയാണ്. അതാ മഹാന്മാരായ ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ എന്ന് ചില ആളുകൾ ആ നാട്ടിലെ ഒരു ചെറുപ്പക്കാരനെ കാണുകയാണ്. ആ ചെറുപ്പക്കാരന് നല്ല സുഗന്ധമാണ്. അടുത്തു വരുമ്പോഴേക്ക് നല്ല സുഗന്ധമാണ്. അയാൾ നടന്നു പോയാൽ നല്ല ആനന്ദമുള്ള ഹൃദയഹാരിയായ സുഗന്ധമാണ്. അയാൾ പള്ളിയിൽ വന്നാൽ അവിടെയും നല്ല സുഗന്ധമാണ്. അങ്ങനെയുള്ള ചെറുപ്പക്കാരനാണ്. അയാൾ അറിയപ്പെടുന്നത് മുഴുവനും സുഗന്ധമുള്ള ആൾ, മിസ്കി ആയ ചെറുപ്പക്കാരനെന്നാണ് അറിയപ്പെടുന്നത്. അയാളോട് ചോദിച്ചു, അല്ല മോനെ, എന്താ ഇങ്ങനെ നിന്റെ ശരീരത്തിൽ നിന്ന് എപ്പോഴും സുഗന്ധം? എത്ര പൈസയാണ് നിനക്കിതിനു വേണ്ടി ചെലവഴിക്കേണ്ടി വരിക? എത്ര സംഖ്യ ചെലവഴിച്ചിട്ടാ മോനെ നീ നല്ല സുഗന്ധം ഉപയോഗിക്കുന്നത്? ഉടനെ ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, മാ തതയ്യബതു ബിതീബിൻ ഖത്തു, ഞാൻ ഒരു സുഗന്ധവും ഉപയോഗിച്ചിട്ടില്ല, ഞാനൊരു സുഗന്ധവും വാങ്ങാറുമില്ല. പിന്നെ എന്തേ മോനെ നിന്റെ ശരീരത്തിൽ നിന്ന് ഇത്ര നല്ല സുഗന്ധം അടിച്ചു വീശുന്നത്? ഒരു പള്ളിയിൽ വന്നാൽ അവിടെയുള്ള ആളുകൾക്ക് മുഴുവനും ഹൃദയഹാരിയാകുന്ന ഈ നല്ല സുഗന്ധം എവിടെ നിന്നാ മോനെ കിട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ ആ യുവാവ് പറയുകയാണ്, ഞാൻ എന്റെ കഥ പറഞ്ഞാൽ അത് നിങ്ങൾ എന്നെ ആദരിക്കേണ്ടി വരും, സ്നേഹിക്കേണ്ടി വരും. അത്ര വലിയ ഒരു സംഭവം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് എന്ന് മഹാനായ യുവാവ് പറയുമ്പോൾ മഹാന്മാരായ സ്വാലിഹീങ്ങൾ പറയുന്നു, എന്നാൽ നിങ്ങൾ അതിന്റെ ചരിത്രം എനിക്കൊന്ന് പറഞ്ഞു തരുമോ? അതിന്റെ സംഭവം ഒന്ന് പറയുമോ? ഉടനെ ആ യുവാവ് പറയുകയാണ്, ഞാൻ ബസറ മാർക്കറ്റിൽ അതാ കച്ചവടം നടത്തുന്ന ആളായിരുന്നു. എന്റെ വാപ്പ അവിടെ ഒരു കച്ചവടക്കാരനായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ എന്റെ ഉപ്പാന്റെ കടയിൽ ഇരിക്കുന്ന നേരത്ത് അതാ ഒരു പ്രായമുള്ള സഹോദരി വന്നുകൊണ്ട് പറയുകയാണ്, ഫലമ്മാകാന ബഅദുൽ അയ്യാമി ജാഅത് അജൂസ് ഫതലബത് മിൻഹു മതാഅൻ മുതറഫിആ. ഒരു പ്രായമുള്ള പെണ്ണ് വന്നുകൊണ്ട് പറഞ്ഞു, ഇന്ന സാധനങ്ങൾ വേണമെന്ന്. അങ്ങനെ ആ സാധന സാമഗ്രികളെല്ലാം വാങ്ങിക്കൂട്ടിയപ്പോൾ ഏറെയുണ്ട്. അത് അവസാനമായി യുവാവിനോട് പറയുന്ന, മോനെ ഇതിൽ നിന്ന് വേണ്ടത് സെലക്ട് ചെയ്യാൻ എന്റെ കൂടെ ഇതുമായി വീട്ടിലേക്കൊന്ന് വരുമോ മോനെ? അവിടെ വന്നിട്ട് എന്റെ വീട്ടിലുള്ളവരെ അത് കാണിച്ച് വേണ്ടത് എടുത്തിട്ട് ബാക്കി തന്നു വിടാം. ഇതുമായി ഒന്ന് വരുമോ? നല്ല ചെറുപ്പക്കാരനാണ്, സുശീലനായ യുവാവാണ്. ആ യുവാവ് കൂടെ നടക്കുകയാണ്. ഫമളൈതു മഅഹാ ഹത്താ ദഖലത്നി ഇലാ ഖസ്റിൻ അളീമിൻ ഫീഹി ഖുബ്ബത്തുൻ വഅലാ ബാബിഹി ഖദമുൻ വഹുജ്ജാബ്.
ഞാൻ ആ പ്രായമുള്ള ഉമ്മാന്റെ കൂടെ നടക്കുമ്പോ വലിയ വലിയ സംവിധാനങ്ങളും നാലുകെട്ടും അതുപോലെ തന്നെ വലിയ വലിയ സംവിധാനങ്ങളുള്ള ഒരു കൊട്ടാര സമാനമായ വീട്ടിന്റെ അകത്തളത്തിലേക്കാണ് പാറാവുകാരുള്ള പരിചാരകരുള്ള വളരെ മനോഹരമായ ഒരു രമ്യകർമ്മത്തിലേക്കാണ് കടന്നു ചെല്ലുന്നത്. അങ്ങനെ ഞാൻ ആ വീടിന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ فدخلت فإذا أنا بجارية على سرير. മുഴുവനും വായിച്ചു ഞാൻ വിശദീകരിക്കുന്നില്ല. ആ യുവാവ് പറയുകയാണ്, എന്നെയും കൂട്ടിയിട്ട് ആ മനോഹരമായ കൊട്ടാരത്തിന്റെ അകത്തളത്തിലേക്ക് ചെല്ലുമ്പോൾ സുന്ദരിയായ ഒരു പെണ്ണിരിക്കുന്നുണ്ട്. അരമനയുടെ അകത്തളത്തിലേക്കാണ് എന്നെ കൊണ്ടുപോയത്. സുന്ദരിയായ അഥവാ മനോഹാരിതയുള്ള ഒരു പെണ്ണിന്റെ ചാരത്താണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ പരിഭ്രമിച്ചു പോയി, ഇതെവിടെയാണ് എത്തിയത് എന്ന്. സുന്ദരിയും സുശീലയുമായ, സുന്ദരിയും അതുപോലെ തന്നെ സുമോഹനമായ സൗകര്യങ്ങളുള്ള വീട്ടിലെ വർണ്ണാഭമായി ഒരുക്കിയിട്ടുള്ള ഒരു അരമനയുടെ അകത്തളത്തിലാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ഞാൻ അവിടെ നിൽക്കുകയാണ്. എന്റെ വിചാരം മുഴുവനും ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കേണ്ടവളാണിവൾ. അങ്ങനെ ഞാൻ നിൽക്കുമ്പോൾ ഇവൾ എന്റെ അടുക്കലേക്ക് വരികയാണ്. വന്നിട്ട് എന്റെ നെഞ്ചത്തേക്കൊന്നടിച്ചിട്ട് പറഞ്ഞു, മോനെ വിഷമിക്കണ്ട. അവൾ എന്റെ അടുത്തേക്ക് വന്നു. ഫനസലത്ത് അൻഹു വളറബത് ബിയദിഹാ ഫീ സദ്രി വജദബത്നി ഇലൈഹാ. അവൾ എന്നെ അവളിലേക്ക് അണച്ചുകൂട്ടിയപ്പോ ഞാൻ വിളിച്ചു, അല്ലാഹ് 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 എന്നൊരു വിളിയങ്ങ് വിളിച്ചപ്പോൾ ആ യുവാവ് യുവാവിനോട് പറയുകയാണ്, പേടിക്കണ്ട, ഞാൻ നിനക്ക് വേണ്ടിയുള്ളതാണ്. ലാ ബഅസ അലൈക ലക ഇൻദീ മാ തുഹിബ്ബു. നീ ബേജാറാകണ്ട, ഞാൻ നിനക്ക് വേണ്ടിയുള്ളതാണ്. നോക്കൂ സഹോദരന്മാരെ, കമ്പോളത്തിൽ കച്ചവടം നടത്തുന്ന ഒരു യുവാവിനെ മാടി വിളിച്ചു കൊണ്ടുപോയി അരമനയുടെ അകത്തളത്തിൽ ഒരു സപ്തലോക സുന്ദരിയുടെ സാന്നിധ്യത്തിൽ നിർത്തിയിട്ട് ആ പെണ്ണ് വിളിക്കുകയാണ്, ഞാൻ നിനക്കുള്ളതാണ്, ഞാൻ നിനക്കുള്ളതാണ്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ എന്താണ് വരിക? അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പ്രിയമുള്ളവരെ, അറിയണം, അങ്ങനെ കൊണ്ടുവന്ന് നിർത്തുന്ന നേരത്ത് ആ മഹാനായ യുവാവിന്റെ മനസ്സ് ചിന്തിക്കുന്നത് നല്ല ഒരവസരം കിട്ടിയല്ലോ എന്നല്ല, എനിക്കൊരു ചാൻസ് വന്നല്ലോ എന്നല്ല, ഒരുത്തിയെ എനിക്ക് കിട്ടിയല്ലോ എന്നല്ല. ആ മനുഷ്യന്റെ മനസ്സ് ചിന്തിക്കുന്നത്, അല്ലാഹ് എന്നെ നിയന്ത്രിക്കുന്ന ഉടമസ്ഥനായ ഒരു പടച്ചവനുണ്ട്, ഒരു രക്ഷിതാവുണ്ട്. അവൻ വിലക്കിയ ഒരു കാര്യത്തിന്റെ വക്കിലാണ് ഞാനുള്ളത്. ഞാൻ ഇവിടെ ഒരു അപകടം മണക്കുകയാണ്. ആലോചിച്ചു നോക്കൂ ചെറുപ്പക്കാരെ, നിങ്ങളുടെ ഭാഷയിൽ അയാൾക്കൊരു ഗോൾഡൻ ചാൻസ്, അയാളുടെ ഭാഷയിൽ അയാൾ നരകത്തിന്റെ വക്കിൽ. ഈ ഗതി നിർണയിക്കുന്ന ഈ മനസ്സാക്ഷി രൂപപ്പെടുത്തുന്ന ഘടകമാണ് അൽ ഈമാനു ബില്ലാഹ്. അവിടെ വേണമെങ്കിൽ സന്തോഷകരമായി അവസരം ഉപയോഗപ്പെടുത്താം. ഇല്ല, എനിക്കൊരു ഉടമസ്ഥനുണ്ട്, ഇത് അരുതായ്മയിലേക്കുള്ള ക്ഷണമാണ്, ഇത് അപകടത്തിലേക്കുള്ള, ദുരന്തത്തിലേക്കുള്ള കവാടമാണ്, ഇത് ചിന്തിക്കാനുള്ള മാനസികാവസ്ഥയാണ് ഈമാൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ യുവതീ യുവാക്കളുടെ മനസ്സിൽ നിന്ന് ഈ ഈമാനാണ് നഷ്ടമായി പോയത്. മലബാറിന്റെ മനോഹരമായ മണ്ണിൽ മഹാന്മാരായ പണ്ഡിതന്മാര് കഴിഞ്ഞുപോയ നാടാണ്.
ലോകത്ത് തന്നെ തുല്യതയില്ലാത്ത മഹാന്മാര് കഴിഞ്ഞുപോയ നാടാണ് നമ്മുടെ നാട്. കേരളത്തിൽ തന്നെ മലബാറിന്റെ മണ്ണ് പണ്ഡിതന്മാരുടെ മണ്ണാണ്. ഇന്നും എന്നും അങ്ങനെയാണ്. എന്നാൽ നമ്മുടെ ഈ നാലുപാടുകളിൽ വരെ ഇന്ന് എവിടെ എത്തിയെന്നറിയുമോ? നമ്മുടെ പുന്നാര മക്കള് വൈകുന്നേരം സ്കൂള് വിട്ടിട്ട് അന്യ പുരുഷന്റെ കൈപിടിച്ചുകൊണ്ട് പൊന്നമോട് വരുമ്പോ തടുക്കാൻ തന്റെ ഇടമുള്ള വാപ്പമാരെവിടെ? ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന പൊന്നുമോള് ക്ലാസ്സിൽ പഠിക്കുന്നവന്റെ കയ്യും പിടിച്ച് തിരൂര് ടൗണിലൂടെ, കോട്ടക്കൽ അങ്ങാടിയിലൂടെ, കൊണ്ടോട്ടി തെരുവിലൂടെ നടന്നുപോയാൽ അരുത് മോളെ എന്ന് പറയാൻ തന്റെ ഇടമുള്ള വാപ്പാമാരെത്തേണ്ടവിടെ? നമ്മുടെ പ്രവണതകൾ ഇന്നെവിടെയാണ്? നമ്മുടെ മനോഗതികൾ ഇന്നെവിടെ എത്തിയിരിക്കുന്നു? പ്രിയമുള്ളവരെ, നമ്മൾ അറിയണം നമ്മുടെ മനോഗതികൾ എവിടെ എത്തിയിരിക്കുന്നു. മലബാറിന്റെ മണ്ണിനെ ഞാൻ ഉദാഹരണം പറഞ്ഞത് നമ്മുടെ കേരളത്തിന്റെ മക്കയും മദീനയുമുള്ള മണ്ണാണിത്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പണ്ടേ ഇസ്ലാമും ഈമാനും പണ്ഡിതന്മാരും ഒക്കെ കുറവാണ്. ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ സല്ലല്ലാഹു എന്ന ലോകപ്രസിദ്ധമായ കവിത മദീനത്ത് ചെന്ന് ചൊല്ലിയപ്പോ പരിശുദ്ധമായ റൗള ഷരീഫിന്റെ അവിടുത്തെ ഖബറു ഷരീഫ് ഉൾക്കൊള്ളുന്ന പരിശുദ്ധമായ ഹുജറത്തു ഷരീഫയുടെ കവാടങ്ങൾ തുറക്കപ്പെട്ട സല്ലല്ലാഹു, ആ കവിതയുടെ മലയാള ഗദ്യ പദ്യ വിവർത്തനം മുമ്പ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇസ്ലാമിക് ചെയറിൽ നിന്ന് പ്രകാശനം ചെയ്തതാണ്. അതിന്റെ അടുത്ത പതിപ്പ് നിങ്ങളുടെ കൈകളിൽ വരും. കഴിവുള്ളവരൊക്കെ വാങ്ങണം. മറ്റു പ്രഭാഷണങ്ങളുടെ സീഡികളുണ്ട്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയവും ആനുകാലിക വർത്തമാനങ്ങളും ചേർത്ത് പറയുന്ന 15 മണിക്കൂർ പ്രസംഗമുണ്ട്. കഴിവുള്ളവർക്കൊക്കെ വാങ്ങി ഉപയോഗപ്പെടുത്താം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളെ നിയന്ത്രിക്കാനുള്ള ഘടകങ്ങൾ ഇവിടെ എന്താണുള്ളത്? ധൈര്യത്തോടെ പൊന്നുമോളെ പാടില്ല എന്ന് പറയാൻ തന്റെ ഇടമുള്ള വാപ്പാമാരെവിടെ? അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ പറ്റുന്ന അധ്യാപകരെവിടെ? ഇടപെടാൻ പറ്റുന്ന കാരണവന്മാരെവിടെ? ഇന്ന് നിർലോഭം നമ്മുടെ അങ്ങാടികളിൽ ഇതുപോലെയുള്ള അരുതായ്മകൾ നടക്കുകയാണ്. ഇത് ഞാൻ പ്രസംഗിക്കുമ്പോൾ ചിലപ്പോ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ ചിരിക്കുന്നുണ്ടാകും. ഉസ്താദേ, നിങ്ങൾ ഷെയ്ക്ക് ഹാൻഡ് മാത്രമല്ലേ പറയുന്നത്? ഞങ്ങൾ വളരെ ഫ്രീ ആയി ഇടപെടുന്നവരാണ്. നിയന്ത്രണത്തിന്റെ രേഖകൾ മുഴുവനും ഇല്ലായ്മ ചെയ്യപ്പെട്ട ലോകമാണ്. നമ്മുടെ കലാലയങ്ങളുടെ അകത്തളങ്ങളിൽ മുഴുവനും ഇന്ന് അരുതായ്മകൾ കൊടികുത്തി വാഴുകയാണ്. ഈ നിലയിൽ നമ്മുടെ മക്കളുടെ മുഴുവനും നിയന്ത്രണങ്ങൾ നഷ്ടപ്പെട്ട ഒരു കാലമാണ്. ഇവിടെ ഭ്രൂണഹത്യ നടത്തുന്ന ഡോക്ടർമാര് കൊട്ടാരം പണിയുന്ന കാലമാണ്. അവിഹിതമായ ഗർഭങ്ങളെ മറച്ചുവെക്കാനുള്ള ഗൈനക്കോളജിസ്റ്റുകൾ കോടിപതികളാകുന്ന കാലമാണ്. അതിനുവേണ്ടിയുള്ള അവസരങ്ങൾ ഇവിടെ നിർലോഭമായി തുറന്നു കിടക്കുകയാണ്. എന്റെയും നിങ്ങളുടെയും മക്കൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നുകൊണ്ട് ജയം നേടണോ? ചെറുപ്പത്തിലെ അവരുടെ മനസ്സിലൊന്ന് സ്ഥാപിക്കണം, മോളെ, ഈ ലോകത്തിനൊരു ഉടമസ്ഥനുണ്ട്. ആ ഉടമസ്ഥനാകുന്ന അള്ളാഹുവിന്റെ നിയന്ത്രണമുണ്ട്. അവൻ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട്, അവൻ ചെയ്യാൻ കൽപ്പിച്ച കാര്യങ്ങളുണ്ട്. ഈ നിയമനിഷ്ഠകളെ കുറിച്ചുള്ള കൃത്യമായ ഒരു ബോധനം നമ്മുടെ മക്കളുടെ മനസ്സിലുണ്ടോ? ഇപ്പോ ഞങ്ങളുടെ നാടിന്റെ അടുത്ത് കഴക്കൂട്ടത്ത് എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു വിദ്യാർത്ഥിനി ആഘോഷത്തിന്റെ ഇടയിലുള്ള വാഹനം ഇടിച്ചു കയറി മരിച്ചുപോയി. കലാലയങ്ങളെ കുറിച്ചുള്ള വലിയൊരു ഉദാഹരണമാണ്. കലാലയങ്ങളിൽ നടമാടുന്ന നടപടികളെ കുറിച്ചുള്ള ഒരു ഉദാഹരണം. അവിടെ അവസാനിച്ചില്ല. അടുത്ത ദിവസം വരുന്നു, നമ്മുടെ ഔദ്യോഗിക സാഹചര്യങ്ങളും വേദികളും ഉപയോഗപ്പെടുത്തി ഫയർഫോഴ്സ് അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള ആഘോഷം പിറ്റേന്ന്. ഇത് കേവലം ഒരു ക്യാമ്പസിന്റെ ചിത്രമല്ല. ഇതെല്ലാം നടമാടുന്ന ഒരു കലാലയത്തിന് മുറ്റത്തേക്ക് നിങ്ങളുടെ മകളെ വിടുമ്പോ നിങ്ങൾക്ക് നാലുപാട് ആലോചിക്കാനില്ല എന്നത് ഇവിടുത്തെ രക്ഷിതാക്കളുടെ രക്ഷാകർതൃത്വ ബോധത്തിൽ വന്നുപോയ അബദ്ധമാണ്.
എന്റെ മോള് പോണ ക്യാമ്പസിന്റെ അവസ്ഥ എന്താണ്? TKM ആവട്ടെ, MSM ആവട്ടെ, ഇനി ശ്രീകാര്യ എഞ്ചിനീയറിംഗ് കോളേജ് ആവട്ടെ, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ആവട്ടെ, ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആവട്ടെ, പുളിങ്കുന്ന് എഞ്ചിനീയറിംഗ് കോളേജ് ആവട്ടെ, കുസാറ്റിന്റെ ക്യാമ്പസ് ആവട്ടെ, കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് ആവട്ടെ, ഏനപ്പോയ ആവട്ടെ, മാംഗ്ലൂർ ആവട്ടെ, എവിടെയാവട്ടെ, എന്റെ മകളെ പഠിക്കാൻ പോണ കലാലയത്തിന്റെ ധാർമ്മികമായ സാഹചര്യം എന്താണ് എന്ന് ചിന്തിക്കാൻ പോലും ഇന്നത്തെ രക്ഷിതാക്കൾക്ക് സമയമില്ല. എന്തും നഷ്ടപ്പെട്ടോട്ടെ, ഒരു കുഴപ്പമില്ല. 60 ലക്ഷം വേണോ, ഇതാ പിടിച്ചോ. 70 ലക്ഷം വേണോ, ഇതാ പിടിച്ചോ. എന്റെ മോളുടെ പേരിന്റെ കൂടെ MBBS കൂടെ കൂട്ടിങ്ങി തന്നാ മതി. അല്ലേ എന്റെ മകൾ ഒരു എഞ്ചിനീയറാണ് എന്ന് പറയാനുള്ള അഭിമാനബോധത്തിന് വേണ്ടി, എന്റെ മകൾ മെഡിസിൻ പഠിക്കുന്നു എന്ന ഗർവിന് വേണ്ടി, എന്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ വിലാസം പറഞ്ഞുകൊണ്ട് അഭിമാനിക്കാനുള്ള കേവലമായ അഭിമാനബോധത്തിന് വേണ്ടി, പ്രിയമുള്ളവരെയും ഒരുപാട് രക്ഷിതാക്കൾ അതിനു വേണ്ടിയാണ് വിദ്യാഭ്യാസം നൽകുന്നത്. ക്വാളിറ്റി ബേസ്ഡ് വിദ്യാഭ്യാസം എടുത്തുപോയ ഒരു കാലമാണ്. കോടികൾ കൊടുത്ത് സീറ്റ് വാങ്ങിയിട്ട് കഴിവില്ലാത്ത മകനെ അടിച്ചു പഠിപ്പിക്കുന്നത് എന്തിനാണ്? കേവലമായ ജാടയ്ക്ക് വേണ്ടി വിദ്യാഭ്യാസം വഴിമാറിയ കാലമാണ്. ഇവിടെ അധികാര കേന്ദ്രങ്ങൾ അർഹതയുള്ളവർക്ക് മുഴുവനും വിദ്യാഭ്യാസം നൽകണം, അർഹതയില്ലാത്തവർക്ക് അവർക്ക് യോജിച്ച വിദ്യാഭ്യാസം നൽകാൻ ഇവിടെയുള്ള സംവിധാനങ്ങൾക്ക് തന്റെ ഇടം വേണം. അല്ലാതെ വിദ്യാഭ്യാസം കച്ചവടം നടത്തേണ്ട ചരക്കല്ല. ഈ ഒരു വീക്ഷണം തന്നെ മാറ്റിയെഴുതേണ്ട കാലമാണ്. ഞാൻ ഇവിടെ ആ ഒരു മേഖലയിലേക്ക് ഇപ്പോൾ വിശദീകരിച്ചു പറയുകയല്ല. നമ്മുടെ മക്കൾ പഠിക്കുന്ന കലാലയത്തിന്റെ ധാർമ്മിക സാഹചര്യം എന്താണ് ആലോചിക്കാൻ രക്ഷിതാക്കളില്ല. അവര് രാത്രിയിൽ വണ്ടി കയറ്റി അങ്ങ് വിടുകയാണ്. തിരുവനന്തപുരത്തേക്ക് പോകുന്ന മകളെ രാത്രി പരപ്പനങ്ങാടിയിൽ നിന്ന് 12 മണിക്ക് മലബാർ എക്സ്പ്രസിൽ കയറ്റി വിടുന്നു. ഇവളുടെ കൂടാരാ പോണത്? ഇവൾ ആരുടെ കൂടെ പോണത്? ഇതൊന്നും ഒരു വിചാരവും ഇല്ല, ബേജാറും ഇല്ല. രക്ഷിതാക്കൾ റാഹത്തായിട്ട് തിരിച്ചു പോരും. എന്റെ മോള് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിക്കുക, ഇപ്പൊ വണ്ടി കയറ്റി വിട്ടിട്ട് വരിക. ആരുടെ കൂടാ? അതൊക്കെ അങ്ങ് പൊയ്ക്കോളൂ, മോള് പഠിച്ചു പോയി. ഈ യാത്രകൾ തൊട്ട് തുടങ്ങുന്നു അവരുടെ വഴികേടുകൾ. ഞങ്ങൾ പക്ഷം മാറി നിന്നുകൊണ്ട് ഏകപക്ഷീയമായി കുറ്റം പറയുന്നവരല്ല. ഞങ്ങൾ ക്യാമ്പസുകളെ പരിചയമുള്ളവരാണ്. കലാലയ ചുറ്റുപാടുകളെ കുറിച്ച് നേരിട്ടറിയുന്നവരാണ്. അതുകൊണ്ട് പറയാം, എത്രയോ രക്ഷിതാക്കൾ അവരുടെ മക്കളെ ഇങ്ങനെ കയറ്റിവിട്ടിട്ട് അവിടെ ഒന്ന് എത്തിച്ചു കൊടുക്കാൻ പോലുമുള്ള ഉത്തരവാദിത്വമില്ല. ഈ മോൾ എവിടെ പോണ്, ആരെ കൂടെ പോണ്, ആ ഒരു വിചാരമില്ല. ചിലപ്പോ ഡണ്ടുകല്ലിൽ എഞ്ചിനീയറിംഗിന് പഠിക്കുകയായിരിക്കും ഒരു മോള്. മാർക്ക് കുറയുന്നതിനനുസരിച്ച് ചിലപ്പോ രാജ്യം മാറി വരും. ചിലപ്പോ ചൈനയിലായിരിക്കും, ചിലപ്പോ റഷ്യയിലായിരിക്കും. അങ്ങനൊക്കെ വിട്ടിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. പക്ഷേ അവരുടെ മോറൽ ബാക്ക്ഗ്രൗണ്ട് അറിയാൻ നമുക്ക് കഴിയുന്നില്ല. ധാർമ്മികമായി നമ്മുടെ മക്കൾ വഴികേടായി പോവുകയാണ് പല സ്ഥലങ്ങളിലും. പ്രിയമുള്ളവരെ, അവരുടെയും നമ്മുടെയും മനസ്സിൽ അരുതായ്മകളെയും അരുതുകളെയും തിരിച്ചറിയാനും എന്റെ മേലെ ഒരു അധികാരിയായ അല്ലാഹു ഉണ്ടെന്ന ചിന്തയിലേക്ക് വരാനും നമ്മളവർക്ക് വല്ലതും നൽകിയോ? നമ്മൾ അവരുടെ മനസ്സിൽ അല്ലാഹ് എന്ന വിചാരം അടയാളപ്പെടുത്താൻ കഴിഞ്ഞോ? ഇവിടെയാണ് ഇന്ന് ഭൂരിപക്ഷം വരുന്ന രക്ഷിതാക്കളും ഭയപ്പെടുന്നത്, പരാജയപ്പെടുന്നത്. അല്ലാഹ് എന്ന ഒരു ചിന്ത നമ്മുടെ മക്കളുടെ മനസ്സിൽ വരുത്താൻ കഴിഞ്ഞില്ല. അവരിഷ്ടമുള്ളവന്റെ കൂടെ പോവുകയാണ്. അതാ നാട് വിട്ട്, വീട് വിട്ട്, കൂട് വിട്ട്, മതം വിട്ട്, സംസ്കാരം വിട്ട് നൂറുകണക്കിന് പെൺകൊടികളെ ചാടിപ്പോണ ഓടിപ്പോണ കാലമാണ്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാനൊരു സ്ഥലത്ത് വഴുതിന് ചെന്നപ്പോൾ അവിടെ ഒരു മഹാനായ സയ്യിദിന്റെ ആണ്ടുനേർച്ചയ്ക്ക് വേണ്ടിയാണ് ചെന്നത്. അപ്പോൾ അവിടുത്തെ സംഘാടകര് പറഞ്ഞത്, ഇവിടെ വിശ്രമം കൊള്ളുന്ന തങ്ങളുടെ മദ്ഹ് പറയാനല്ല, പ്രധാനമായും അവര് പറഞ്ഞത് ഇവിടുത്തെ പെൺകൊടി
കോടികൾ ചാടിപ്പോകുന്നുണ്ട്, അതിനെതിരെ ഒന്ന് പറയുമോ? അപ്പോൾ അവിടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട്. അയാള് ഗൾഫിൽ നിന്നതാ 3 മണിക്ക് നാട്ടിൽ ലാൻഡ് ചെയ്യുകയാണ്. അതേ ദിവസം 12 മണിക്ക് ഭാര്യ നാട് വിട്ടുപോയതാണ്. ആ വേദനയോടെ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എവിടെയുണ്ട്? ഇതുപോലെ എത്രയെത്ര ദുരന്തങ്ങളാണ്. അതാ ഒരു ദിവസം ഒരു ചെറുപ്പക്കാരൻ വിളിക്കുകയാണ്, ഉസ്താദേ, എന്റെ ഭാര്യയും എന്റെ ഉപ്പയും ഭാര്യാഭർത്താക്കളെ പോലെ ഞാനുണ്ടാക്കിയ വീട്ടിൽ കഴിയുകയാണ്. ഞാൻ വന്ന രംഗം കണ്ട് ബേജാറായിട്ട് ഞാനൊന്ന് കയ്യേറി. ഇപ്പോഴും അവരങ്ങനെ തന്നെ വീട്ടിൽ ജീവിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യണമേ? നേരിട്ടതാ ഒരു ചെറുപ്പക്കാരൻ വിളിക്കുകയാണ്. അയാളോട് മറുപടി പറയാൻ എന്റെ കയ്യിലില്ല. ഞാൻ അയാളോട് പറഞ്ഞു, ആ ഭാഗത്തുള്ള വലിയ ആലിമാണ് ആലിക്കുഞ്ഞു ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, അവിടുത്തോട് നിങ്ങൾ ബന്ധപ്പെടാൻ പറയുകയല്ലാതെ വേറെ മറുപടി എനിക്കുണ്ടായില്ല. ഇതുപോലെ എത്രയെത്ര വേദനാജനകമായ വാർത്തകളാണ് ദിവസേന വരുന്നത്. ഒന്നും നമ്മളെ ചിന്തിപ്പിക്കുന്നില്ല, ഒന്നും നമ്മുടെ നടപടികളിൽ മാറ്റം വരുത്തുന്നില്ല. എങ്കിൽ നമ്മുടെ വീടുകൾ എങ്ങോട്ട് ചേരാനാണ്? ഇന്ന് കുറെ വിവരങ്ങൾ ജനങ്ങൾ അറിയുന്നുണ്ട്. പണ്ടുള്ളതിനേക്കാൾ ഇവിടെ വിവര കൈമാറ്റങ്ങൾ ചില തലങ്ങളിൽ നടക്കുന്നുണ്ട്. ചിലപ്പോൾ പർദ്ദധാരണികളുടെ എണ്ണം കൂടുന്നുണ്ട്, ചിലപ്പോൾ പള്ളികളിൽ നിസ്കരിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്, ചിലപ്പോൾ പള്ളികളുടെ എണ്ണം കൂടുന്നുണ്ട്. പക്ഷേ അല്ലാഹ് എന്ന ചിന്തയുള്ള ഖൽബുകൾ കുറഞ്ഞുപോയി. അപ്പോൾ എന്റെയും നിങ്ങളുടെയും ഒക്കെ മനസ്സിൽ ഒന്നാമതായി വേണ്ടത് എന്താണ്? ഉടമസ്ഥനായ അല്ലാഹ്, അവന്റെ പക്കലാണ് അധികാരം മുഴുവനും. അവൻ വെച്ച നിയമങ്ങൾ പാലിക്കേണ്ടതാണ്. പാലിച്ചില്ലെങ്കിൽ ശിക്ഷിക്കാൻ അധികാരമുണ്ട്. അവൻ ശിക്ഷിച്ചാൽ തടുക്കാൻ ഒരുത്തരും സാധ്യമല്ല. ഈ ഒരു ചിന്തയാണ് നമ്മുടെ മനസ്സിൽ വരേണ്ടത്. കേവലം ഒരു ഉടമസ്ഥനല്ല, രക്ഷിതാവല്ല, അവന്റെ നിയമം പാലിച്ചുകൊള്ളണം. ലംഘിച്ചാൽ അവന് ശിക്ഷിക്കാൻ സംവിധാനമുണ്ട്. അവൻ ശിക്ഷിച്ചാൽ തടുക്കാൻ ഇവിടെ ഒരു ശക്തിക്കും സാധ്യമല്ല. അത് വെറുതെ പറയുന്നതല്ലേ മൊയ്യാരെ? അല്ല മോനെ, അല്ല. അതിന് നിങ്ങൾക്കുള്ള ഉദാഹരണമാണ്. ഇന്നക തഖ്ദീഹി വലാ യുഖ്ളാ അലൈക്. ഇവിടെ നൂറുകണക്കിന് ക്യാൻസർ രോഗികളില്ലേ? ആ രോഗമൊന്ന് മാറ്റാൻ ഇവിടത്തെ സംവിധാനങ്ങൾ ഒരുങ്ങിയാൽ കഴിയുന്നുണ്ടോ മോനെ? അല്ലാഹ് ഒരു രോഗം കൊടുത്താൽ പഠിച്ചോനെ മാറ്റാനൊന്നിനും കഴിയണില്ല. RCCയിലേക്ക് ആളുകൾ പോണത് രോഗം മാറാനല്ല, ചെറിയ ആശ്വാസത്തിന് വേണ്ടിയാണ്.
അവിടെ ചെല്ലുമ്പോൾ ആളുകൾ കിടക്കുന്നത് ഇന്നോളയോ ചില നിങ്ങൾ പൊതുവെ നമ്മൾ പിന്നിലാണ്. അതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഒന്ന് നമ്മുടെ കൺസെപ്റ്റുകൾ മാറണം. അതിപ്പോ ഞാൻ പറഞ്ഞാൽ വിഷയം മാറിപ്പോകും. നമ്മളൊന്ന് ഹൈഫൈ അല്ലെങ്കിൽ വലിയ വലിയ ചികിത്സാ മേഖലകളിലേക്ക് നമ്മൾ പോവാണ്. ആവശ്യമില്ലാത്തതിനും ആവശ്യമുള്ളതിനെല്ലാം. മലബാർ മേഖലയിൽ പെരുത്തുവരുന്ന മെഡിക്കൽ കോളേജുകളെ കുറിച്ച് പഠിക്കുമ്പോ അതിന്റെ മറുപടികൾ നമ്മുടെ നെഞ്ചത്തേക്ക് തന്നെ വരിക. നമ്മുടെ കാഴ്ചപ്പാടുകൾ വന്ന മാറ്റമാണ്. ഏതായാലും നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ വരണം, അള്ളാഹുവിന്റെ തീരുമാനത്തെ മാറ്റാൻ ഒരാൾക്കും അധികാരമില്ല. അതുകൊണ്ടാണ് ഞാനും നിങ്ങളും അല്ലാഹ് എന്ന ചിന്തയിലേക്ക് വരേണ്ടത്. മഹാനായ യുവാവ് അവിടെ നിന്നുകൊണ്ട് പറയുകയാണ്, അല്ലാഹ് പടച്ചോനെ, ഞാനൊരു വലിയ കുടുക്കിലാണല്ലോ കുടുങ്ങിയത്. ഈ പിശാചിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമെന്താണ്? ഇവളുടെ കെണിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയെന്താണ്? മോനെ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ലോകഗുരുവായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ മോനെ, നാളെ പരലോകത്തെ അർശിന്റെ തണൽ കിട്ടുന്ന വിഭാഗങ്ങളിൽ ഒന്നാരാണ്? റജുലുൻ ദഅതുഹു ഇംറഅത്തുൻ ദാതു ഹുസ്നിൻ വജമാൽ. നല്ല സുന്ദരിയും കുലീനയുമായ ഒരു പെണ്ണ് വിളിച്ചു, വാടാ. ഈ ഹദീസ് ഓതുന്ന കാലത്ത് ഒരു ന്യായമായ സംശയം ക്ലാസ്സിൽ വന്നിരുന്നു. സുന്ദരിയും കുലീനയുമായ ഒരു പെണ്ണ് അങ്ങനെ വിളിക്കുമോന്ന്. ഏതെങ്കിലും റെഡ് സ്ട്രീറ്റിലെ പെണ്ണിനെ കുറിച്ചല്ല പറയുന്നത്. കുടുംബത്തിൽ പിറന്ന സുന്ദരിയായ പെണ്ണങ്ങനെ വിളിക്കുമോന്ന്. ഇന്ന് ഓതുന്ന കുട്ടികൾക്ക് ആ സംശയമില്ല. ഇന്ന് ഓതുന്ന കുട്ടികൾക്ക് അങ്ങനെ സംശയിക്കേണ്ടതില്ല. വലിയവരുടെ മക്കൾ വഴികേടാവുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പ്രവാസികളുടെ ഭാര്യമാര് ചൂഷണം ചെയ്യപ്പെടുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. മനസാക്ഷിക്കുത്തോടെ എന്റെ രണ്ടു മക്കളും എന്റെ ഭർത്താവിന്റേതല്ല എന്ന് വിളിച്ചു പറയുന്ന ഒറ്റപ്പെട്ടവരുടെ സ്വരമെങ്കിലും കേൾക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, അറിയണം, ഇങ്ങനെ വഴികേടായി ലോകം പോവുകയാണ്. എവിടെയെല്ലാമാണ് ദുരന്തത്തിന്റെ പഴുതുകൾ. ഇന്നാലില്ല. അതാ കുടുംബത്തിന് വേണ്ടി ചോര നീരാക്കി അധ്വാനിക്കുന്ന പ്രവാസി അറബ് നാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുകയാണ്. അവന്റെ പണം വാങ്ങിയിട്ട് ഭാര്യ നാട്ടിൽ ആറാടി താമസിക്കുകയാണ്. അവരുടെ ശാരീരിക മോഹങ്ങൾ ആരുടെയോ അടുത്തു തീർക്കുകയാണ്. ഇന്നാലില്ല. എത്രയെത്ര ചെറുപ്പക്കാരാണ് കണ്ണീരോടെ കഴിഞ്ഞുകൂടുന്നത്. എത്രയാളുകളാണ് നാട്ടിൽ വന്ന് ബന്ധം വിച്ഛേദിക്കുന്നത്. എത്രയാളുകളാണ് അറിയാതെ ജീവിച്ചു പോകുന്നത്. ഇന്നാലില്ല. പ്രിയമുള്ള പെങ്ങളെ, അല്ലാഹ് എന്ന ഒരു ചിന്ത വേണേ മോളെ. എന്റെ പ്രിയമുള്ള യുവാവേ, സുന്ദരിയായ ഒരു പെണ്ണ് നിന്നെ വിളിക്കുകയാണ്. സുന്ദരിയും കുലീനയുമായ ഒരു പെണ്ണ് വിളിക്കുന്ന നേരത്ത് ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ ഭയക്കുന്നു എന്ന് പറഞ്ഞു മാറിയിരുന്നാൽ നിനക്ക് ദില്ലു അർശിർ റഹ്മാൻ, അല്ലാഹുവിന്റെ അർശിന്റെ തണലുണ്ട് മോനെ. അർശ് തണൽ വിരിക്കുന്ന സ്വർഗത്തിലെ വീടാണ് ഫിർദൗസ് എന്ന് പറയുന്നത്. വലികുല്ലി സഈൻ സാലിഹിൻ ബാബുൻ വറബ്ബു സഈ മിൻഹു ദാഖിലുൻ ബിയമാനി ബാബുൽ ജിഹാദി വദാക അലാഹാ വബാബു الصومി യുദ്അൽ ബാബു ബിർറയ്യാനി.
മഹാനായ ഇബ്നുൽ ഖയ്യിമുൽ ജൗസിയ്യ അദ്ദേഹത്തിന്റെ നൂനിയയിൽ എഴുതിയതുപോലെ എല്ലാ കർമ്മങ്ങൾക്കും സ്വർഗത്തിൽ കവാടമുണ്ട്, സൽക്കർമ്മങ്ങൾക്ക്. എന്നിട്ട് അതാത് കർമ്മത്തിന്റെ കവാടത്തിലൂടെ വിളിക്കപ്പെടുന്നതാണ്. ബാബുൽ ജിഹാദി വദാക്കഅലാ വബാബു സൗമി യുദ്അൽ ബാബു ബിർറയ്യാനി. അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തിയവർക്കാണതിൽ ഉന്നതമായ കവാടം. നോമ്പുകാർക്കൊരു കവാടമുണ്ട്, റയ്യാൻ എന്നാണ് അതിന്റെ പേര്. എന്നാൽ വലസൗഫ യുദ്അൽ മർഉ മിൻ അബ്വാബിഹാ ജംഅൻ ഇദാ വാഫാ ജലൽ ഈമാനി. منهم أبو بكر هو الصديق ذاك خليفة المبعوث بالقرآن. അതിൽ എല്ലാ കവാടത്തിലൂടെയും വിളിക്കപ്പെടുന്നവരുണ്ട്. അവരുടെ നേതാവാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എല്ലാ സൽക്കർമ്മത്തിന്റെയും കവാടത്തിലൂടെ വിളിക്കപ്പെടുകയാണ്. എല്ലാ നന്മയുടെയും കവാടത്തിലൂടെ മാടി വിളിക്കപ്പെടുകയാണ്. അതുകൊണ്ട് നിനക്ക് വേണ്ടി സ്വർഗത്തിന്റെ കവാടങ്ങൾ ഒരുങ്ങിയിരിക്കുകയാണ്. ഫിർദൗസ് എന്ന് പറയുന്നതിന്റെ മേൽപ്പുര അല്ലാഹുവിന്റെ അർശുർ റഹ്മാനാണ്. ആ അർശിന്റെ തണൽ കിട്ടുന്ന വിഭാഗമാണ് നല്ലവരായ യുവാക്കൾ. അവരെ ഒരു പെണ്ണ് വിളിക്കുകയാണ്, വാടാ. ഇല്ല മോളെ, ഇന്നി അഖാഫുല്ലാഹ്, അല്ലാഹുവിനെ ഭയക്കുന്നു. ഇന്ന് നമ്മുടെയൊക്കെ വീടിന്റെ ചുറ്റുപാടുകളുടെ കുടുംബങ്ങളുടെ അകത്തളങ്ങളിൽ ആഘോഷവേളകളുടെ ഇടവേളകളിൽ നടമാടുന്ന നെറുകേടുകൾ എത്രയാണ്. ഇന്നാലില്ല, നിങ്ങൾക്കൊക്കെ കൂടുതൽ അറിയും, ഞാൻ പറയേണ്ടതില്ല. നമ്മുടെ സമുദായം കാട്ടിക്കൂട്ടുന്ന ആഭാസങ്ങൾ, വിവാഹത്തിന്റെ പേരിൽ കാണിക്കുന്ന നെറുകേടുകൾ, പുതിയാപ്പണമാരോട്, പുതിയ പെണ്ണുങ്ങളോട്, പുതിയാപ്പണ പോകുന്ന നടപടികളോട് നടമാടിക്കൊണ്ടിരിക്കുന്ന തോന്നിവാസങ്ങൾ, എന്തെല്ലാം അരുതായ്മകളാണ് ഇന്നിവിടെ നടമാടുന്നത്. മോനെ, അരുത്. ഈ ജീവിതം നൈമിഷികമാണ്. അപ്പുറത്ത് മനോഹരമായ ഒരു സ്വർഗമുണ്ട്. അപ്പോൾ ആ മഹനീയമായ സ്വർഗത്തിലേക്ക് പോകേണ്ട സമയം കാത്തിരിക്കുകയാണ്. നല്ല ഒരു സ്വർഗം. ഹിയ ജന്നത്തുൻ ത്വാബത വത്വാബ നഈമുഹാ വനഈമുഹാ ബാഖിൻ വലൈസ ബിഫാനി. ചിലപ്പോ ആളുകൾ വിചാരിക്കും, ഈ മൗലിയാമാർക്കൊന്നും ബുദ്ധിയില്ല, ദുനിയാവിൽ എത്ര അടിച്ചു പൊളിച്ച് ജീവിക്കേണ്ട ദുനിയാവാ. അല്ലെങ്കിൽ നല്ല ചെറുപ്പക്കാരൻ, മൗലിയാമാര് മാത്രമല്ല, നല്ല ചെറുപ്പക്കാരായ ആളുകളുണ്ട്. അവന് ബുദ്ധിയില്ല, അവൻ കള്ളു കുടിക്കണില്ല, അവൻ സിനിമ കാണുന്നില്ല. ഇതൊക്കെ അടിച്ചു പൊളിക്കേണ്ട ജീവിതമല്ലേ? അല്ല മോനെ, ബുദ്ധിമാന്മാരായ ആളുകൾക്ക് ഇവിടെ അടിച്ചു പൊളിക്കാൻ പറ്റൂല. കാരണം ഇവിടുത്തെ കള്ളു കുടിക്കാതിരുന്നാൽ നല്ല കള്ളു തരാന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അത് കാത്തിരിക്കുകയാണ്. ആ കള്ളിനൊരു പ്രത്യേകത ഉണ്ട്. അത് കുടിച്ചാൽ തലകറങ്ങി വീഴൂല, അത് കുടിച്ചാൽ ഒമിറ്റ് ചെയ്യൂല, അത് കുടിച്ചാൽ മൂത്രമൊഴിച്ച് വഴിയിൽ കിടക്കൂല. മുഫസ്സിറുകൾ പറഞ്ഞത് ഞാൻ എണ്ണി പറയുന്നേ ഉള്ളൂ. അത് കുടിച്ചു കഴിഞ്ഞാൽ ലക്ക് വിടൂല. നല്ല സുന്ദരമായ കള്ള് സ്വർഗത്തിൽ അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് കിട്ടണമെങ്കിൽ ഇവിടുത്തെ കള്ള് കുടിച്ചാൽ പറ്റൂല. നല്ല പാലിന്റെ ആറുകൾ സ്വർഗത്തിൽ അല്ലാഹു ഒരുക്കിയിട്ടുണ്ട്. ദുനിയാവിലെ പാല് നജസ്സുകൾക്കിടയിൽ നിന്ന് വരുന്ന പാലാണ്. സ്വർഗത്തിലെ പാല് ഉറവയിൽ നിന്ന് പൊട്ടിവരുന്ന അരുവിയാണ്. അത്ര മനോഹരമായത് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയുള്ള വലിയ വലിയ രമ്യഹർമ്മങ്ങൾ കാണുമ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്സ് ആനന്ദം കൊള്ളുകയാണ്. എനിക്ക് കിട്ടാനുള്ള സ്വർഗം എത്ര വലുതായിരിക്കും. ദുനിയാവിൽ ഇത്രയും വലിയ കൊട്ടാരമൊക്കെ മനുഷ്യന്മാർക്ക് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആർക്കും സങ്കല്പിക്കാനാവാത്ത ആ സ്വർഗം എത്ര വലുതായിരിക്കും. അത് കിട്ടേണ്ട ഞാൻ ഇതിൽ വീണു പോകാൻ പാടില്ല. അങ്ങനെ ഒരു ആത്മീയമായ വിചാരം വരണം. നമ്മുടെ വീടുകളിൽ അല്ലാഹ് എന്ന ചിന്ത ഉണർത്താൻ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അല്ലാഹുവിനെ ആലോചിക്കാനുള്ള എന്ത് സംവിധാനമാണ് വീട്ടിലുള്ളത്? അല്ലാഹുവിനെ മറക്കാനുള്ള എല്ലാ സംവിധാനവും ഉണ്ട്. ടി വി ഉണ്ട്, കേബിൾ ഉണ്ട്, ചാനലും ഉണ്ട്, എല്ലാം ഉണ്ട്.
ഞങ്ങൾ 2 ആഴ്ച മുമ്പ് രാജസ്ഥാനിലെ ബാസ്നി എന്ന് പറയുന്ന സ്ഥലത്ത് പോയി. ഒരു വേറിട്ട നാട്, നല്ല മനോഹരമായ നാട്. അവിടെ കേബിൾ TV ഇല്ല, അവിടെ ന്യൂസ് പേപ്പേഴ്സ് ഇല്ല, അവിടെ ആളുകൾ മുഴുവനും പണ്ഡിതന്മാരുടെ തണലിൽ ജീവിക്കുന്നു. അവിടെ ബദഈ പ്രസ്ഥാനങ്ങളില്ല. 6000-ഓളം വരുന്ന വീടുകൾ ഉള്ള ഒരു നല്ല ഗ്രാമം. അതുകൊണ്ട് അവർക്ക് പഠിപ്പില്ല എന്നാണോ? വിദ്യാഭ്യാസമുണ്ട്. ഇസ്ലാമിക ചിട്ടയിൽ പഠിക്കുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. അവിടെ വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്ന ഫൈസാനി അഷ്റഫിയ ദാറുൽ ഉലൂം എന്ന സ്ഥാപനത്തിലാണ് ഞങ്ങൾ പോയത്. അവിടെ ചെല്ലുമ്പോ തിങ്കളാഴ്ച ദിവസം വൈകുന്നേരം ആളുകൾ പള്ളികളിലേക്ക് പോകുന്നു നോമ്പ് തുറയ്ക്ക് വേണ്ടി, സുന്നത്ത് നോമ്പ് തുറക്കാൻ. ഒരു വേറിട്ട ഒരു നാട്, ഇന്ത്യയുടെ വിശേഷിച്ചും രാജസ്ഥാനിന്റെ ഒരു മൂലയിൽ, നാഗോർ ഷരീഫിൽ നിന്ന് 17 കിലോമീറ്റർ ദൂരമുള്ള ബാസ്നി എന്ന് പറയുന്ന ഗ്രാമം. സ്ത്രീകൾ പൂർണ്ണമായും ഔറത്ത് മറച്ച് നടക്കുന്ന നാട്, പണ്ഡിതന്മാരുടെ നിയന്ത്രണത്തിൽ നടക്കുന്ന പള്ളികൾ, ഉമറാക്കളുടെ അനധികൃതമായ കയ്യേറ്റങ്ങളില്ല, ഉലമാക്കളും ഉമറാക്കളും ഒരുമിച്ച് ദീനിയായ ചിട്ടയിൽ പോകുന്ന നാട്, നല്ല ഒരു ഗ്രാമം. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമെന്നറിയില്ല, പണ്ടത്തെ മലബാറിലെ ഒരു ഗ്രാമത്തിന്റെ പതിപ്പായിരിക്കും. അതുകൊണ്ട് അവർക്ക് ലോകവിവരം ഇല്ലെന്നാണോ? അല്ല, ആവശ്യമായ ലോകവിവരങ്ങളും അത്യാവശ്യമായ ദീനീ പാഠങ്ങളും നൽകാൻ ഒരു FM റേഡിയോ സംവിധാനം എല്ലാ വീട്ടിലും ഉണ്ട്. അതവിടുത്തെ പണ്ഡിതന്മാരുടെയും നല്ലവരായ ഉമറാക്കളുടെയും നിയന്ത്രണത്തിലാണ്. അങ്ങനെ ഒരു നല്ല നാട്. പക്ഷേ പുതിയ തലമുറയിൽ അവിടുത്തെ പണ്ഡിതന്മാരെ ആശങ്കയിലാണ്. കാരണം മൊബൈൽ ടെക്നോളജി ഈ സംവിധാനങ്ങളെ മുഴുവനും മാറ്റിമറിച്ച് ആളുകളുടെ കയ്യിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതിലവർക്ക് അടുത്ത തലമുറ ഇനി വഴിമാറുമോ എന്നുള്ള പേടി. ഇതുവരെ അവിടെ നല്ല സന്തോഷകരമായൊരു നാട്, ആവശ്യമായ ഭൗതികതയും അനിവാര്യമായ ആത്മീയതയും എല്ലാമുള്ള ഒരു നാട്. പ്രിയമുള്ളവരെ, അല്ലാഹ് എന്ന ചിന്തയാണ് നമ്മുടെ മനസ്സിൽ വരേണ്ടത്. അതാണ് യുവാവ് അവിടെ നിന്നുകൊണ്ട് പറയുന്നു, അല്ലാഹ്, ഈ പെണ്ണിന്റെ കെണിയിൽ നിന്ന് സലാമത്താവാനുള്ള വഴി എന്താണ്? ഉടനെ ആ യുവാവിന്റെ മനസ്സിൽ ഒരാശയം ഉദിക്കുകയാണ്. ആ പെണ്ണിനോട് എതിർത്ത് മത്സരിക്കാൻ പറ്റില്ല. കാരണം ഒരുപക്ഷെ അവള് പറഞ്ഞാലോ എന്നെ കടന്നു പിടിച്ചു എന്ന്. അങ്ങനെയാണല്ലോ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പെണ്ണ് ചലിക്കാൻ വിചാരിച്ചാൽ അത് വല്ലാത്ത പ്രയാസമാണ്. അവളുടെ ഇഷ്ടം സാധിച്ചു കൊടുത്തില്ലെങ്കിൽ അവൾ അവിടെ കിടന്ന് ബഹളം വെക്കും, ഇവൻ എന്നെ കയറി പിടിച്ചു എന്ന്. മാന്യതയുള്ളവന് പിന്നിവിടെ ജീവിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു ദുരന്തത്തിന്റെ കെണിയാണ്. അതാണ് പുരുഷന് ഏറ്റവും വലിയ ഫിത്നയാണ് പെണ്ണ് എന്ന് പറയാനുള്ള കാരണം. അനാവശ്യത്തിന് വേണ്ടി അങ്ങോട്ട് ചെന്നാൽ അത് വലിയ ദുരന്തമായി. അവള് വിളിക്കുന്നതിന് നിന്നില്ലെങ്കിൽ അവൾക്ക് വേണമെങ്കിൽ എന്നെ കയറി പിടിച്ചു എന്ന് പറഞ്ഞ മാനം കെടുത്താം. എല്ലാവരും അവളുടെ പക്ഷത്ത് അനുകൂലമായി നിൽക്കുന്ന കാലമാണ്. ഏതൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്? ഏതായാലും ആ യുവാവിന്റെ മനസ്സിൽ ഒരാശയം വരികയാണ്. ഉടനെ അയാൾ പറഞ്ഞു, ഇന്നീ ഹാഖിനുൻ, എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോകേണ്ടതുണ്ട്. ഫസാഹത്ത് ബിൽ ജവാരി فإذا بهن قد أقبلن فقالت لهن قدام مولاكن إلى الخلاء. ഉടനെ അവളെ പരിചാരകമാരെ വിളിക്കുകയാണ്. ഈ ഇദ്ദേഹത്തിന് കൊണ്ടുപോയി ബാത്റൂമിലേക്ക് എത്തിച്ചു വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. മുതലാളി പെണ്ണിന്റെ കാമുകനായി വന്ന എന്ന നിലയിൽ അവിടുത്തെ സേവകിമാര് വെള്ളവും പാത്രവും എല്ലാമായി നിൽക്കുകയാണ്. ബാത്റൂമിന്റെ ഉള്ളിലേക്ക് കടന്നപ്പോൾ ആ യുവാവ് പറയുകയാണ്, ഫലമ്മാ ദഖൽതുൽ ഖലാ ലം അജിദ് ഫീഹി മസ്ലകൻ അഫിറു മിൻഹു. എനിക്കതിന്റെ ഉള്ളിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ വല്ല പഴുതുമുണ്ടോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു നോക്കി. ഏതെങ്കിലും ഒരു വഴിയുണ്ടോ ഇവിടെ നിന്ന് ആരും കാണാതെ ഇറങ്ങാൻ? വല്ല ജനാലയുമുണ്ടോ ഇളക്ക് മാറ്റിയിട്ട് ചാടിപ്പോകാൻ?
ഒരു വഴിയും കാണുന്നില്ല. ഉടനെ അയാൾ ചെയ്ത പണി എന്താണ്? അദ്ദേഹം അതാ നജസ് കയ്യിലേക്ക് എടുക്കുകയാണ്, ശരീരം മുഴുവനും അങ്ങ് തടവുകയാണ്. അതാ ആ യുവാവ് തന്നെ പറയുന്നു, ഫഹല്ലൽതു സറാബീലി വതഗവ്വത്തു ഫീ കഫീ വമസഹ്തു ബിഹി വജ്ഹി വയദയ്യ വഖബ്ബൽതു ഐനയ്യ. ഞാനതാ എന്റെ ശരീരത്തേക്ക് എന്റെ നജസെടുത്ത് പുരട്ടുകയാണ്. എന്റെ ശരീരത്തും മുഖത്തുമെല്ലാം ഒരു വലിയ ഹറാമിൽ വീണുപോകാതെ, വ്യഭിചാരത്തിലേക്ക് പെട്ടുപോകാതിരിക്കാൻ ഞാൻ എന്റെ ശരീരം മുഴുവനും നജസെടുത്തങ്ങ് പുരട്ടിയപ്പോൾ, എന്നിട്ട് ഞാൻ ബാത്റൂമിന്റെ വാതിലങ്ങ് തുറന്നു. ഫദഖലത് ജാരിയത്തും ബിയദിഹാ മാഉൻ വമിൻദീൽ. വെള്ളവും തുടയ്ക്കാനുള്ള തുണിയുമായി ആ പെണ്ണവിടെ നിൽക്കുകയാണ്. ഫസിഹ്തു ഫീ വജ്ഹിഹാ കൽ മജ്നൂൻ. ഞാൻ അവളുടെ മുമ്പിൽ ഒരു ഭ്രാന്തനെ പോലെ പെരുമാറിയപ്പോൾ അവളെ വിളിച്ചു പറഞ്ഞു, ഈ ഭ്രാന്തനെ കൊണ്ടുപോയി ദൂരെ കളയാൻ, ഇവിടുന്ന് പുറത്താക്കാൻ എന്ന് പറഞ്ഞപ്പോ ആ കൊട്ടാരത്തിന്റെ ഉള്ളിലുള്ള, ആ വലിയ പാലസിന്റെ ഉള്ളിലുള്ള പരിചാരകർ വന്നിട്ട് എന്നെ ആ കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് ഇളക്കി വിട്ടു. ഒരു ഭ്രാന്തനെ പോലെ ഞാൻ പുറത്താക്കപ്പെട്ടു. ആലോചിച്ചു നോക്കൂ യുവാവേ, എന്റെയും നിങ്ങളുടെയും ഈമാൻ എവിടെയാണ്? ഇന്ന് അരുതായ്മയ്ക്ക് വേണ്ടി പഴുതുകൾ തേടി നടക്കുന്നവരല്ലേ നമ്മള്? ഇന്നാലില്ല മോനെ, ഇന്ന് വൃത്തികെട്ട പാട്ടുകൾ കേട്ടുകൊണ്ട് തെരുവിൽ അലയുന്ന, പാതിരാത്രിയുടെ പഴുകിൽ ബസ് സ്റ്റോപ്പുകളിൽ ഇരുന്ന് ഉറക്കൊളച്ചുകൊണ്ട് അരുതായ്മകൾ കേട്ടും കണ്ടും ഇരിക്കുന്ന എത്ര യുവാക്കളാ. രാത്രിയൊക്കെ വഴുതു പറഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോ കാണും ബസ് വെയിറ്റിംഗ് ഷെഡുകളിൽ ഈ സമുദായത്തിന്റെ മക്കൾ. ഞാൻ ഈ മലപ്പുറം ജില്ലയിൽ 10 വർഷം പഠിച്ച ആളാണ്, കൊണ്ടോട്ടി ബുഖാരിയിൽ. പ്രിയമുള്ള സഹോദരന്മാരെ, ഇവിടത്തെ നാലുപാടുകളിൽ എത്ര യുവാക്കളാണ് പാതിരാവിന്റെ പഴുകിൽ ഇവിടെ ബസ് സ്റ്റോപ്പുകളിൽ ഉറക്കൊഴിക്കുന്നത്? പാട്ട് കേട്ടും കണ്ടും വെറുതെ കമ്പനി അടിച്ചൊക്കെ ഇരിക്കുകയാണ് സമയം കൊല്ലികളായ യുവാക്കൾ. മോനെ, എന്റെയും നിന്റെയും ജീവിതത്തിന് മൂല്യമുണ്ട്. ഈ സമയം വെറുതെ കളയാനുള്ളതല്ല, അരുതായ്മകൾ കാണാനും കേൾക്കാനുമുള്ളതല്ല. അതാ കണ്ടില്ലേ, ഒരു ചെറുപ്പക്കാരൻ ബൈക്ക് ആക്സിഡന്റിൽ വീഴുകയാണ്. അവന്റെ ചെവിയിൽ നിന്ന് ഇയർഫോൺ എടുത്തു മാറ്റുമ്പോ സുന്ദരമായ സിനിമാ ഗാനമാണ് മുഴങ്ങുന്നത്. ഇന്നഹാലില്ലാ. ഒരു മുസ്ലിം യുവാവ് ബൈക്കിൽ നിന്ന് ആക്സിഡന്റായി വീട് ലോകത്തേക്ക് വിട പറയുമ്പോ അവന്റെ ചെവിയിൽ നിന്ന് കേട്ടുകൊണ്ടിരുന്നത് സിനിമയുടെ ഗാനമാണ്. മോനെ, എന്റെയും നിന്റെയും ജീവിതത്തിന്റെ അവസാനം എവിടെ? അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതേ സമയത്ത് നീ പരിശുദ്ധമായ ഖുർആനൊന്ന് കേട്ടുകൊണ്ടിരിക്കുമോനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് കേട്ടുകൊണ്ടിരിക്കുമോനെ. മദീനയിലെ രാജാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെയും നിങ്ങളുടെയൊക്കെ മനസ്സിന്റെ രാജാവാണ്. ലോകമാകമാനമുള്ള മാനവികതയുടെ അകത്തളങ്ങളിൽ അനുരാഗത്തിന്റെ ആത്മശിലകൾ അടയാളപ്പെടുത്തിയിട്ട് ലോകമാകമാനമുള്ള അനുരാഗികളെ മാടി വിളിച്ച് അവിടുന്ന് സദ്യയൊരുക്കുന്ന എന്റെയും നിങ്ങളുടെയും ആത്മാവിന്റെ ആവേശമാണ്, ആദർശത്തിന്റെ അടിക്കല്ലാണ്, പ്രണയത്തിന്റെ പ്രമേയമാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ എല്ലാ നന്മയുടെയും നേരിന്റെയും നെറിയുടെയും കവാടമാണ്. സാഹിലോ ദാമന സഖി കാ ധാം ലോ കുച്ച് ന കുച്ച് ഇനാം ഹോ ഹി ജായേഗാ. സാഹിലോ ചോക്കൽ നബി മേം ജാപടോ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മരത്ത് പോയി നിന്നിട്ട് ചോദിച്ചോ, അത് അനുഗ്രഹത്തിന്റെ ദാനമാണ്, നന്മയുടെ നിറനിധിയാണ്, കാരുണ്യത്തിന്റെ കടാക്ഷമാണ്, മഹിതമൂല്യങ്ങളുടെ മയൂഖമാണ്, ഔദാര്യത്തിന്റെ ആരാമമാണ്, ലോകത്തുള്ള മുഴുവൻ നന്മയുടെയും സമീക്ഷയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെക്കുക. ലോകത്തെ ഏറ്റവും സൗന്ദര്യമുള്ള കാഴ്ച അത് റഹ്മത്തുൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. 14 നിലാവിനെ നോക്കി മഹാന്മാരായ സ്വഹാബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും മാറിയും നോക്കി അവസാനം പറഞ്ഞു, യാ റസൂലല്ലാഹി അബ്ഹാ മിനൽ ഖമരി താമ്മി യാ റസൂലല്ലാഹ്. അല്ലയോ ഹബീബായ തങ്ങളെ, അവിടുന്ന് ആ മാനത്ത് ഉദിച്ച് നിലാവ് പൊഴിച്ചുകൊണ്ട് നിൽക്കുന്ന, നിലാവ് ഉതിർത്തുകൊണ്ട് നിൽക്കുന്ന അമ്പിളിയേക്കാൾ സുന്ദരം അവിടുത്തെ മുഖകമലമാണ് തങ്ങളെ. അത് വർണ്ണിക്കാൻ വേണ്ടി പറഞ്ഞല്ല. ചന്ദ്രൻ രാത്രിയിൽ ഇരുട്ടുള്ള സ്ഥലത്ത് മാത്രം ചെറിയ വെളിച്ചം കൊടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാപ്പകൽ ഭേദമില്ലാതെ 1000 കോടിക്കണക്കിന് ഹൃദയങ്ങളിൽ വെളിച്ചം നൽകുന്നു. അവിടുന്ന് എല്ലാ നിലയിലും വെളിച്ചമാണ്. ആയിഷത്തു തുഹ്റ റളിയല്ലാഹു അൻഹയ്ക്ക് അകത്ത് വീണുപോയ ചെറിയ തുന്നൽ സൂര്യയെടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വെളിച്ചം കൊണ്ട് കഴിഞ്ഞു എന്ന് പഠിച്ചിട്ടില്ലേ നമ്മൾ? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രയും വലിയ സൗന്ദര്യമുള്ള ഒന്നിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാതെ വേറെ ഒരു സൗന്ദര്യത്തെയും അല്ലാഹു ലോകത്ത് പടച്ചിട്ടില്ല. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും വലിയ ഉന്നതനാണ്. വഅഫ്ളലുൽ ഖൽഖി അലൽ ഇത്ലാഖി നബിയുനാ ഫാമിലനി ശിഖാഖി. ഏറ്റവും വലിയ സൗന്ദര്യമാണ്, ലോകമാകമാനമുള്ള സൗന്ദര്യത്തിന്റെ പ്രതീകമാണ് മഹാനരായ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ ഹബീബിനെ ഒന്ന് ഓർത്തുകൊണ്ടിരുന്നുകൂടെ മോനെ? ഉമറുൽ ഖാദി തങ്ങൾ പറഞ്ഞതുപോലെ ലാഹൽ ഹിലാലു ഹിലാലുൽ ലാമിഉൽ അലമീൻ ലില്ലാഹി ദാഇൻ റസൂലുള്ളാഹി ലിൽ ഉമമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹനീയമായ സൗന്ദര്യത്തെയാണ് പറയുന്നത്. മഹാനായ ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അവിടുത്തെ കുറിച്ചുള്ള ഓർമ്മകളാണ് എന്റെ കണ്ണിനെ ഈറനണിയിക്കുന്നത്. അമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി മസജ്തദം അൻജറ മിൻ മുഖലത്തിൻ ബിദമി എന്ന് തുടങ്ങിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസവിധത്തിലേക്ക് ചേരുകയാണ്. ഉമറുൽ ഖാഹിരി റളിയല്ലാഹു അൻഹുവിനെ മദീന വിട്ട് യാത്ര തുടങ്ങാൻ ഒരുങ്ങുമ്പോൾ അവിടുത്തെ മനസ്സിൽ ഉയരുന്നത് അല്ല ഫല്ലലിഫൂനി ളാമാ മദ്ഹി അലൽ അലിയാൽ അവല സൂതൂരി ബിസ്മില്ലാഹി ബദിൽ ഖാലിഖാൽ. ബഹുമാനപ്പെട്ട ഇമാമേ അഹ്മദ് റിളാ ഖാൻ ഫാദിലെ ബറേൽവി ഇമാമു അഹ്ലി സുന്ന മഹാനവറുകൾ പറഞ്ഞില്ലേ, അൽ ബഹ്റു അലാ വൽ മൗജു തഗാമിസു തുനശദ് ഫൈദാ ജാനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ പോലെ ഒന്നും ലോകത്ത് ജനിച്ചിട്ടില്ല. അലമാലകൾ ഉയരുകയാണ്, കപ്പലിളകുകയാണ്, ഇതിൽ ആണ്ടുപോകുമോ എന്നെല്ലാവരും ഭയക്കുകയാണ്. ഇവിടെ എനിക്ക് നിർവഹണത്തിന്റെ കേന്ദ്രം എവിടെയാണ്? പരിഹാരത്തിന്റെ പറുദീസ എവിടെയാണ്? റഹ്മത്തുൽ ലിൽ ആലമീൻ
റാഹത്തുൽ ലിൽ ആശിഖീൻ അഹ്മദ് മുജ്തബാ അശ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ്. സലാത്തിന്റെ ഊർജം പോരാ, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നീട്ടി പറയണില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് നമ്മുടെ ഖൽബിൽ വേണം. നമ്മുടെ എല്ലാം അവിടുന്നാണ്. ലോകഗുരുവായ പുണ്യപ്രവീണർ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരു വേദനയില്ല. ഇത് അലങ്കാരമല്ല, ഇത് വസ്തുതയാണ്. ഇവിടെ വർണ്ണനയില്ല, ഇവിടെ യാഥാർത്ഥ്യമാണ്. ഇവിടെ കഥയില്ല, ഇവിടെ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ട് മോനെ, എന്റെയും നിന്റെയും സമയം മദീനത്തേക്ക് പോണം. ആജ് നഹീ തോ കൽ ഹം മദീനെ ചൽ. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് അവിടെ എത്തണം. ആ പരിശുദ്ധമായ മണ്ണിന്റെ മഹാത്മ്യം ലോകത്തൊരു വിണ്ണിനും ഇല്ല. അവിടുത്തെ മഹനീയമായ ഇടവഴികളുടെ മഹത്വം ലോകത്തൊരു രാജാവിന്റെ കിരീടത്തിലും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയുടെ ഇടവഴി, അതിനോളം പുണ്യം വേറെ ഒരു രാജവീതിക്കില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മമാരെ, നിങ്ങളുടെ കുഞ്ഞോമന മക്കളെ കൈത്തണ്ടയിൽ വെച്ചുകൊണ്ട് ഏതോ പാട്ട് കേൾപ്പിക്കാതെ, മൊബൈൽ ഓണാക്കി വെച്ചു കൊടുക്കാതെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹനീയമായ മദ്ഹ് ഗീതങ്ങൾ ഇങ്ങനെ വരട്ടെ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. പണ്ട് കേട്ടു വളർന്ന മക്കളാണ് ഇന്ന് മൗലിദ് ഓതുന്നത്. അടുത്ത മക്കൾ എന്താ ചൊല്ലുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ഇങ്ങനെ കേൾക്കട്ടെ. ഗുണമണിയായ റസൂലുള്ളാഹ്, തനി പകരും തിരുനൂറുള്ളാഹ്, ഇറയോന്റെ കനിയെ സല്ലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം എത്ര പഠിക്കാനുണ്ട്. അവിടുത്തെ ഓരോന്നും വലിയ അധ്യായങ്ങളാണ്. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൊട്ടിലിൽ കിടക്കുമ്പോ അന്ന് 6 വയസ്സുള്ള ഷൈമ എന്ന പെങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൊട്ടിൽ പിടിച്ചിട്ട് പാടി, യാ റബ്ബനാ ബഖി അഖി മുഹമ്മദ ഹത്താ അറാഹു യാഫിഅൻ വ അംറദ ഹാദാ അഖുൽ ലി ലം തലിദഹു ഉമ്മി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടുറങ്ങിയ താരാട്ട് പാട്ടുണ്ട്. ഇത്രമേൽ ലോകത്ത് സംരക്ഷിക്കപ്പെട്ട ചരിത്രത്തിന്റെ നായകൻ, ഇത്രമേൽ ഉദ്ധരിക്കപ്പെടുന്ന ഒരു നേതാവ്, പേര് പറയുമ്പോ തന്നെ മുത്തം കൊടുക്കും, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് എന്ന് പറയുമ്പോ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പേര് പറയുമ്പോ തന്നെ ചുണ്ട് മുത്തം കൊടുക്കും. ഇത്ര മഹത്വമുള്ളൊരു പേര് ലോകത്ത് വേറെ ആർക്കുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പേരിനും നാടിനും എല്ലാത്തിനും മഹത്വമാണ്. എന്റെ വിഷയം ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകണില്ല. എവിടെ തുടങ്ങിയാലും എവിടെ തീരാത്ത, ഒരിക്കലും തീരാത്ത വലിയൊരു പ്രവാഹമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹിന്റെ ലോകം. അതുകൊണ്ട് മോനെ, എന്റെയും നിന്റെയും ഗാനവീതികൾ ഹബീബിന്റെ സ്നേഹത്തോട് ലയിക്കണം. പ്രേമമെന്ന് പറയുമ്പോൾ എനിക്ക് പേടിയാണിപ്പോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രേമം എന്ന വാക്ക് പറയാൻ പറ്റുമോ എന്ന് ഇപ്പോൾ പേടിക്കുകയാണ്. കാരണം അതിന്നൊരു നെഗറ്റീവ് വേർഡായി മാറിയിരിക്കുകയാണ്. കാരണം ലാ തഖൂലൂ റായിനാ, റായിനാ എന്ന് പറയരുത്, ഉൻദുർനാ എന്ന് പറയണേന്ന് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതാണ്. പ്രേമം എന്നതിന് നെഗറ്റീവായ ഒരു വേർഡായി വരുമ്പോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുമ്പോ അത് പറയാൻ പേടിയാവുകയാണ്. അല്ലാഹുവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബ്, അവിടുത്തോടുള്ള സ്നേഹം ഞങ്ങളുടെ കൽബിൽ നിറച്ചു തരണം റഹ്മാനേ. ഞാൻ ഈ പറഞ്ഞ കാര്യം പൂർത്തീകരിച്ചുകൊണ്ട് നിർത്തുകയാണ്. ആ യുവാവ് ശരീരം മുഴുവനും നജസ് പുരട്ടിയിട്ട് സുന്ദരിയായ ഒരു സപ്തലോക സൗന്ദര്യത്തിന്റെ പ്രതീകമായ പെണ്ണ് കൺമുന്നിൽ കിട്ടിയിട്ട് ഞാൻ നിനക്കുള്ളതാണെന്ന് അവൾ തന്നെ പറഞ്ഞ സമയത്ത് ആ യുവാവിന്റെ മനസ്സിൽ വരുന്ന ആലോചന അവസാനമായ യുവാവിനെ പുറത്തു കൊണ്ടുവിടുകയാണ്. ഫാദറജ്നനീ ഫീഹി വഹമൽനനീ വതറഹ്നനീ ഫീ ബുസ്താൻ.
എന്നെ അവരെല്ലാവരും കൂടി ആട്ടിക്കൊണ്ടുവന്നൊരു തോട്ടത്തിലേക്ക് ഒഴിവാക്കി. ഫലമ്മാ അലിംതു അന്നഹുന്ന മളൈന, എന്നെ പുറത്താക്കാൻ വേണ്ടി വന്ന പരിചാരകകൾ മുഴുവൻ പോയി കഴിഞ്ഞെന്നറിഞ്ഞപ്പോൾ ഞാൻ അവിടെയുള്ള വെള്ളത്തിന്റെ അടുക്കലേക്ക് പോയി. ഞാൻ എന്റെ ശരീരം മുഴുവനും ശുദ്ധിയാക്കി. فغسلت ثيابي ووجهي وسائر بدني, ഞാൻ എന്റെ ശരീരം മുഴുവനും കഴുകി വൃത്തിയാക്കി. ഞാൻ എന്റെ വീട്ടിലേക്ക് വന്നു. ومضيت إلى منزلي ولم أحدث به أحدا, ഞാൻ വീട്ടിൽ വന്നു. ആരോടും ഞാൻ എന്റെ കഥ പറഞ്ഞില്ല. ഞാൻ രക്ഷപ്പെട്ട മാർഗം ആരോടും പറഞ്ഞില്ല. ഞാൻ അങ്ങനെ രാത്രിയിൽ കിടക്കുമ്പോൾ فرأيت تلك الليلة في منامي رجلا, രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരു യുവാവിനെ കാണുകയാണ്. വന്നിട്ട് ചോദിക്കുകയാണ്, ആ യുവാവെന്നോട് ചോദിക്കുകയാണ്, ഐന യൂസുഫ് ബിൻ യഅഖൂബ് ബിൻ ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം ഖലീലില്ലാഹി മിൻക, മോനെ യൂസുഫ് നബിയും തോൽപ്പിച്ചു കളഞ്ഞല്ലോ മോനെ. യൂസുഫ് നബി അലൈഹിസ്സലാം എന്ന സുന്ദരനായ യുവാവിനെ രാജാവിന്റെ ഭാര്യ സ്വകാര്യ മുറിയിൽ വെച്ച് വിളിച്ചു കൂടെ വരാൻ. അപ്പോൾ പറഞ്ഞില്ല, മഅദല്ലാഹ്, അവിടുന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം രക്ഷപ്പെട്ടു. ആ യൂസുഫ് നബിയെ പോലും അത്ഭുതപ്പെടുത്തുന്ന നിലക്കായി പോയല്ലോ മോനെ നിന്റെ നടപടി. വല്ലാത്ത അത്ഭുതം തന്നെ. യൂസുഫ് നബി അലൈഹിസ്സലാമിനെയും അത്ഭുതപ്പെടുത്തി കളഞ്ഞല്ല മോനെ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, അല്ല തഅരിഫുനീ, എന്നെ അറിയുമോ? ഫഖുൽതു ലാ, ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളെ അറിയില്ലെന്ന്. ഖാല, അപ്പോൾ വന്നയാള് പറയുകയാണ്, അന ജിബ്രീൽ, ഞാൻ ജിബ്രീലാണ്. ഫമസഹ ബിയദിഹി അലാ വജ്ഹി വബദനി, എന്റെ മുഖത്തും ശരീരത്തും ജിബ്രീൽ ഒന്ന് തടവി. فمن ذلك الوقت صار لبدني رائحة المسك تفوح على ثيابي, فهذه الرائحة من يد جبريل عليه السلام. ആ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ശരീരത്തും തടകിയിട്ടുണ്ട്. ആ തടകലിനു ശേഷം എന്റെ ശരീരം മുഴുവനും സുഗന്ധമാണ്, വസ്ത്രത്തിലും അത് പകരുകയാണ്. പള്ളിയിൽ വന്നാൽ ആളുകൾക്കും സുഗന്ധമാണ്. ഇതിന്റെ മുഴുവനും പിന്നിലുള്ള കഥ എന്താണ്? ഒരു പെണ്ണ് അരമനയിൽ കാത്തിരുന്ന് വിളിച്ചപ്പോ അല്ലാഹ് എന്ന ഭയത്തിൽ അരുതായ്മയിൽ നിന്ന് വഴിമാറിയതാണ്. അതിനു വേണ്ടി ഞാൻ നജസ് പുരട്ടിയിട്ട് രക്ഷപ്പെട്ടതാണ്. എന്റെ ശരീരം സുഗന്ധമാകാനുള്ള കാരണമെന്ന് പറയുമ്പോ സമാനമായ ഒരു സംഭവം തന്നെ സാദുൽ മുത്തഖീനിൽ പറഞ്ഞിട്ട് അതിന്റെ രചയിതാവ് പറയുകയാണ്, ഈജിപ്തിൽ ഇപ്പോഴും അറിയപ്പെടുന്ന ഒരു ഖബറുണ്ട്. ആ ഗ്രന്ഥകാരൻ എഴുതുകയാണ്, ആ ഖബറിനെ കുറിച്ച് ആളുകൾ പറയുന്നത് അത് മിസ്കിയായ യുവാവിന്റെ ഖബറാണ്. ഇതുപോലെ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് അരുതായ്മയിൽ നിന്ന് രക്ഷപ്പെട്ട യുവാവിന്റെ ഖബറാണ് എന്നറിയപ്പെടുന്നുണ്ടേ. എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരാ, സോഷ്യൽ മീഡിയയിലാണെങ്കിലും അള്ളാഹുവിനെ മറക്കാൻ പാടില്ല, അരുതായ്മകളിൽ ഇടപെടാൻ പാടില്ല, നീ ആരെക്കുറിച്ചും അനാവശ്യമായത് എഴുതാൻ പാടില്ല. മോനെ, ആലിമീങ്ങളെ തെറ്റിദ്ധരിക്കാൻ പാടില്ല, ആലിമീങ്ങളെ ആക്ഷേപിക്കാൻ പാടില്ല.
കണ്ടില്ലേ, ചില ആളുകൾ ക്ലിപ്പുണ്ടാക്കുന്ന മത്സരത്തിലാണ്. ആലിമീങ്ങളെ വിളിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ വിളിക്കുക, വിളിച്ചിട്ട് ചോദിക്കുക, മറുപടി പറഞ്ഞാൽ അത് വികലപ്പെടുത്തിയിട്ട് പ്രസിദ്ധീകരിക്കുന്നു, മറുപടി പറഞ്ഞില്ലെങ്കിൽ പറഞ്ഞില്ലെന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിക്കുന്നു. ആരാണ് ഇവർക്ക് ഈ ജോലി നൽകിയത്? ആരാടോ നിങ്ങൾക്ക് ഈ ജോലി നൽകിയത്? നിങ്ങൾ തീരുമാനിച്ചോ ഞാനാണ് തീരുമാനമെടുക്കേണ്ടതെന്ന്? ചില യുവാക്കൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ആളുകളെ വിളിച്ചിട്ട് ഫോണിൽ സംസാരിപ്പിച്ച് വേണ്ടത് ക്ലിപ്പെടുത്തുകൊണ്ട് അവന്റെ ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യാൻ അങ്ങനെ ഒരു അധികാരം ഒരാൾക്കും ആരും നൽകിയിട്ടില്ല. ഒരാളെയും അങ്ങനെ പരീക്ഷിക്കാനോ പരിശോധിക്കാനോ ഏൽപ്പിച്ചിട്ടില്ല. മോനെ, നിനക്ക് അള്ളാഹു തന്ന സമയം അള്ളാഹുവിന്റെ ത്വാഅത്തിലായി ജീവിക്കാനാണ്, അവൻ ഇഷ്ടപ്പെടുന്ന കാര്യം ചെയ്യാനാണ്, മറ്റുള്ളവരുടെ ന്യൂനത നോക്കാനല്ല, മറ്റുള്ളവരുടെ ന്യൂനത പിടിക്കാനല്ല. മതകാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് സോഷ്യൽ മീഡിയയിലെ ജീവിയായ ഞാനാണ് എന്ന നിലക്ക് ചില ആളുകൾ ഇറങ്ങുകയാണ്. വല്ലാത്ത കഷ്ടം തന്നെ. അവർക്ക് അവരുടെ ആഖിറത്തെ കുറിച്ച് ചിന്തിക്കാൻ നേരമില്ല, അവർക്ക് അവരുടെ അമലുകൾ ചെയ്യാൻ നേരമില്ല, അവർക്ക് അവരെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ നേരമില്ല. എന്തൊരു ലോകമാണ് അതുകൊണ്ട് മോനെ, എനിക്കുള്ള സമയമെന്ന് പറഞ്ഞാൽ എന്റെ ആയുസ്സാണ്. ഇതെനിക്ക് സ്വർഗം നേടാനുള്ള സൽക്കർമ്മം ചെയ്യാനാണ്, ഇൽമ പഠിക്കാനാണ്, അള്ളാഹുവിനെ അനുസരിക്കാനാണ്. ഇന്ന് സഹോദരിമാരും വ്യാപകമായി മൊബൈൽ ഉപയോഗിക്കുന്ന കാലമാണ്. എന്റെ പ്രിയമുള്ള പെങ്ങളെ, അന്യപുരുഷനെ കാണലും അവനെ നിന്നെ കാണിക്കലും ഫാമിലി ഫോട്ടോകൾ ഷെയർ ചെയ്യലും, അതാ എന്തൊക്കെ മുസീബത്തുകളാണ് പറഞ്ഞാൽ തീരൂല. ഏതായാലും ഒന്നേ പറയാനുള്ളൂ, അള്ള പൊരുത്തപ്പെട്ടതേ ചെയ്യാൻ പാടുള്ളൂ, അള്ള വിലക്കിയത് ചെയ്യാൻ പാടില്ല. എല്ലാത്തിലും ഇടപെടാൻ എന്നെയും നിന്നെയും ഏൽപ്പിച്ചിട്ടില്ല. ഈ മീഡിയ സംസ്കാരത്തിനൊക്കെ നല്ല വശങ്ങളുണ്ട്, അത് ഞങ്ങൾ മറന്നു പോകുന്നില്ല. പക്ഷേ ഇന്നേറെയും ആളുകൾ ദുരുപയോഗം ചെയ്യുകയാണ്, കള്ളങ്ങൾ പ്രചരിപ്പിക്കുകയാണ്, ഇല്ലാത്തത് പടയ്ക്കുകയാണ്, കൽപ്പിച്ച് പലതും എഴുതുകയാണ്. മരിക്കാത്ത ആള് മരിച്ചു എന്ന് മെസ്സേജ് ചെയ്യുകയാണ്, മരിച്ച ആള് മരിച്ചില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്യുകയാണ്. ആളുകൾ ആംബുലൻസിൽ പോകുമ്പോഴേക്ക് മയ്യത്തെന്ന് വിധി എഴുതുകയാണ്. എന്തെല്ലാം കഷ്ടകാലമാണ്. കയ്യിൽ നിന്ന് വിട്ടുപോയാൽ അതെവിടെ എത്തി എന്നറിയുന്നില്ല. വല്ലാത്ത അലങ്കോലം തന്നെ. അതുകൊണ്ട് ഞാനും നീയും തഖ്വല്ലാഹ്, അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കേണ്ടതാണ് എന്ന നല്ല മുത്തഖീങ്ങളുടെ ചിന്തയിലേക്ക് വരണം. നിസ്കാരം അള്ളാഹുവിന് വേണ്ടി 5 നേരം കൃത്യമായി നിർവഹിക്കണം. മദ്യപാനത്തിലേക്ക് തിരിയരുത്, മദ്യം വിളമ്പുന്ന സദ്യയിലിരിക്കരുത്, അതിന്റെ പ്രചരണത്തിന് നീ കൂട്ടുനിൽക്കരുത്, മറ്റേതെങ്കിലും അരുതായ്മകളിൽ പെട്ടുപോകരുത്. പെങ്ങളെ, മാന്യമായി ഔറത്ത് മറക്കണം. കേവലം ഒരു കറുത്ത ലോഹയിട്ടാൽ ഔറത്ത് മറക്കാനാവൂല. ടൈറ്റ് ഫിറ്റ് പർദ്ദയും ധരിച്ച് വക്കീൽ കോട്ടുമിട്ട് തെരുവിൽ കറങ്ങുന്ന താത്താമാരുടെ കാലമാണ്. മോളെ, ശാലീനതയുള്ള മുത്തഖീങ്ങളുടെ ഭാര്യമാര് ജീവിച്ചതുപോലെ, സ്വാലിഹാത്തുകൾ കഴിഞ്ഞുകൂടിയതുപോലെ, ആയിഷ റളിയല്ലാഹു അൻഹ മാതൃകയാണ്, ഫാത്തിമ റളിയല്ലാഹു അൻഹ മാതൃകയാണ്. ശരീരത്തിന്റെ വണ്ണവും വലിപ്പവും നിറവും നീളവും അതുപോലെ തന്നെ മുടിയുടെ ഭാഗങ്ങളും മുഖത്തിന്റെ ഭാഗങ്ങളും അന്യപുരുഷന്മാര് അറിയുന്ന കാണുന്ന വിധത്തിൽ ആകാതിരിക്കുക എന്നതാണ് ഇസ്ലാമിക വസ്ത്രധാരണത്തിന്റെ അടിസ്ഥാന തത്വം. നീ ഏത് വസ്ത്രം ധരിച്ചാലും വേണ്ടില്ല, പർദ്ദ ധരിച്ചിട്ട് നിന്റെ ശരീരത്തിന്റെ ഭാഗഭംഗങ്ങൾ മുഴുവനും തെരുവിൽ കാണിച്ചാൽ അതുകൊണ്ട് നീ സ്വാലിഹാത്തുകളുടെ വേഷം ധരിച്ചവളാകുന്നില്ല. ചിലട് വിചാരിച്ചു ഒരു അബായ മേടിച്ചിട്ടാ നേരെ സ്വർഗത്തിലെന്ന് ചെല്ലുമെന്ന്. ചിലട് കണ്ടില്ലേ, കറുത്തൊരു കൂട്ടം ധരിച്ച് തലയിൽ മുണ്ടില്ലാതെ നടക്കുന്നുണ്ട്. ചിലപ്പോൾ തലയിൽ നാഴികക്ക് 40 വട്ടം ഒലിച്ചു പോകുന്നൊരു തുണ്ടം തുണിയിടുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ല ഇസ്ലാമിന്റെ രീതി എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ അതാ അവരാരും തെരുവിൽ ഇറങ്ങിക്കറങ്ങിയില്ല. ആയിഷ റളിയല്ലാഹു അൻഹ കണ്ടില്ലേ, ഒരു സ്ത്രീ വിവാഹം ചെയ്യപ്പെടേണ്ട പ്രായത്തിൽ വിധവയായി 64 വയസ്സ് വരെ ജീവിച്ചു.
നിസ്കരിച്ചു. ആർക്കും ഒരു പരാതിയും പറയാനില്ല. അല്ലാ, എന്തൊരു ഇബാദത്താണ്! അവിടുന്ന് എത്ര വലിയ ദാനധർമ്മമാണ്! അവിടുന്ന് വലിയ നോമ്പനുഷ്ഠിക്കുന്ന മഹദിയാണ്. അതാ അല്ലാഹ് എന്ന ചിന്തയിൽ കഴിയുകയാണ്. പടച്ചവനെ പേടിച്ച് കരഞ്ഞിട്ട് മക്കനെ നനയുകയാണ്. നിരന്തരമായ ഖുർആൻ പാരായണമാണ്. അതാ ജന്നത്തുൽ ബഖീയിൽ കിടക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹാ, ചാരത്ത് കിടക്കുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹാ, അതുപോലെ തന്നെ മഹദികളായ റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ, അതുപോലെ നഫീസത്തുൽ മിസ്രിയ്യ റളിയല്ലാഹു അൻഹാ, രാജ്യത്തിന്റെ ഭരണാധികാരികൾ വരെ വാതിൽക്കൽ വന്നു ദുആ ചെയ്യിക്കാൻ. അപ്പോഴും പുറത്തേക്കിറങ്ങിയില്ല. ലോകമറിയുന്ന മഹാന്മാരായ പണ്ഡിതന്മാര് വന്നു. ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു വന്നു വാതിൽക്കൽ ദുആ ചെയ്യാൻ പറയാൻ. അവിടുത്തെ കുടുംബക്കാരിയാണ് നഫീസത്തുൽ മിസ്രിയ്യ റളിയല്ലാഹു അൻഹാ. അബൂ അബ്ദുല്ലാഹ് അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി റളിയല്ലാഹു അൻഹു വന്നു ദുആ ചെയ്യാൻ പറയാൻ. ഇമാമുൽ മുസനി റളിയല്ലാഹു അൻഹു വന്നു അവിടുത്തോട് ദുആ ചെയ്യാൻ പറയാൻ. റബീഅ റളിയല്ലാഹു അൻഹു വന്നു ദുആ ചെയ്യാൻ പറയാൻ. അക്കാലത്തുള്ള എല്ലാ മഹാന്മാരും നഫീസ റളിയല്ലാഹു അൻഹയോട് ദുആ ചെയ്യാനും അവിടുത്തെ ബറക്കത്തെടുക്കാനും വന്നു. പക്ഷേ ഒരന്യപുരുഷന്റെ മുമ്പിലും ഇറങ്ങിയില്ല. ഒരന്യപുരുഷനോടും സംസാരിക്കാൻ ഒരുങ്ങിയില്ല. അവിടുന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ പാരായണത്തിലാണ്, ഇബാദത്തിലാണ്. മഹദി അവർകൾ ഈജിപ്തിൽ നിന്ന് മദീനയിലേക്ക് മടങ്ങാൻ ഒരുങ്ങിയപ്പോൾ രാജ്യത്തിന്റെ ഭരണാധികാരിയോട് ചെന്ന് ജനങ്ങൾ ചെയ്യുകയാണ്, ഞങ്ങളുടെ ഉമ്മാനെ വിട്ടുകൊടുക്കല്ലേ, ഞങ്ങൾക്ക് അവിടുത്തെ ദുആ കൊണ്ട് ബറക്കത്ത് കിട്ടുന്നുണ്ട്, ഇവിടെ ജീവിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കെല്ലാം റഹ്മത്ത് ലഭിക്കുന്നുണ്ട്. ഞങ്ങളുടെ നൈൽ നദിയിൽ വെള്ളം വറ്റിയപ്പോൾ അവിടുത്തെ മക്കനെ കൊണ്ട് വന്നിട്ടപ്പോഴാണ് ഞങ്ങൾക്ക് വെള്ളം കിട്ടിയത്. അതുപോലെ എത്രയെത്ര കറാമത്തുകളുള്ള മഹദിയാണ്. ഇത് കഥയല്ല. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ആരാണ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ? സ്വഹീഹുൽ ബുഖാരിയുടെ ഏറ്റവും ആധികാരികമായ വ്യാഖ്യാനമായ ഫത്ഹുൽ ബാരി എഴുതിയവരാണ്. ആ ഫത്ഹുൽ ബാരിയെ കുറിച്ച് ബദ്രുദ്ദീൻ ഇബ്നു ജമാഅ പറഞ്ഞത് എന്താണ്? സ്വഹീഹുൽ ബുഖാരിക്ക് ഒരു വ്യാഖ്യാനം എന്നത് ഈ ഉമ്മത്തിന്റെ മേലുള്ള ഒരു ഉത്തരവാദിത്വമായിരുന്നു. അത് ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഫത്ഹുൽ ബാരി എഴുതിയതോടെ വീടപ്പെട്ടിരിക്കുകയാണ്. ലാ ഹിജ്റത ബഅദൽ ഫത്ഹി വലാകിൻ ജിഹാദും വനിയ. ഇനി അത് നോക്കി പഠിച്ചാൽ മതി, വേറെ എഴുതേണ്ടതില്ല. ഇന്ന് നിനക്ക് അംഗീകാരം കിട്ടിയ ഫത്ഹുൽ ബാരിയുടെ രചയിതാവായ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറയുന്നു, 270-ൽ പരം കറാമത്തുകൾ മഹദിയായ നഫീസ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ഉദ്ധരിക്കുകയാണ്. അങ്ങനെ ലോകമറിയപ്പെട്ട മഹദിയാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ മഹദി അവர்கள் അങ്ങോട്ട് പോയി നിസ്കരിച്ചതല്ല, കുടുംബക്കാരിയാണ്, പ്രത്യേകതയുള്ള മഹദിയാണ്. ആളുകൾ ജനാസ നിസ്കരിക്കുന്ന വലിയ മൈതാനത്തിന്റെ പിന്നിൽ മഹദി അവരുടെ മഅബദ് യോജിച്ചു വരികയാണ്. അവിടെ ഇരുന്നു കൊണ്ട് നിസ്കരിക്കുകയാണ്. ഉടനെ ഒരു വിവരമാണ്, അല്ലാഹു ഗഫറല്ലാഹു ലിമൻ സല്ലാ അല ശാഫിഈ ബിശാഫിഈ വലിശാഫിഈ ബിനഫീസ. നഫീസ റളിയല്ലാഹു അൻഹ നിസ്കരിച്ച കാരണത്താൽ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു വലിയ പദവി കിട്ടിയിരിക്കുകയാണ്. ശാഫിഈ ഇമാമങ്ങളുടെ ജനാസ നിസ്കരിക്കാൻ വന്നവർക്ക് ശാഫിഈ ഇമാമങ്ങളുടെ ബറക്കത്ത് കൊണ്ട് പുറത്തു കിട്ടിയിരിക്കുകയാണ്. മഹാന്മാരുടെ ജനാസ നിസ്കരിക്കുമ്പോൾ പങ്കെടുത്തവർക്ക് ഇങ്ങോട്ട് കൂലി കിട്ടുകയാണ്. അവരിൽ നിന്ന് ഇങ്ങോട്ട് മഗ്ഫിറത്തിനുള്ള പ്രാർത്ഥനയേക്കാൾ അവരുടെ ബറക്കത്ത് ഇങ്ങോട്ട് കിട്ടുകയാണ്. അതല്ലേ മഹാന്മാര് ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുള്ളത്. ആ മഹദിയായ നഫീസ റളിയല്ലാഹു അൻഹ സ്വർഗ്ഗത്തിലെ റാണിയാണ്, രാജ്ഞിയാണ്. റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ സ്വർഗ്ഗത്തിലെ നേതാവാണ്, മഹദിയാണ്. ഉമ്മ പെങ്ങന്മാരെ, മാന്യമായി തഖ്വയോടെ ജീവിക്കണം. തെരുവിൽ ഇറങ്ങി കറങ്ങാൻ പാടില്ല. ആവശ്യത്തിനും അനാവശ്യത്തിനും അങ്ങാടിയിൽ അലയാൻ പാടില്ല. അത്യാവശ്യത്തിന് നിബന്ധന പാലിച്ചുകൊണ്ട് മാത്രം ഇറങ്ങണം. പെരുന്നാളായാൽ ഈ സമുദായത്തിന്റെ വനിതകൾ മുഴുവനും അതാ കോട്ടക്കലങ്ങാടിയിൽ തിക്കും തിരക്കുമാണ്. കൊണ്ടോട്ടി ഷോപ്പിംഗ് മാളുകൾ മുഴുവനും തിങ്ങി നിറഞ്ഞ
കോഴിക്കോട് ബൈപ്പാസ് മുഴുവനും ബ്ലോക്കാണ്. ഇതുപോലെ വേണ്ട മോളെ, വേണ്ട. തഖ്വയോടെ ജീവിച്ചോ. മഹദികൾ പോയ പവിത്രതയുള്ള സ്വർഗമുണ്ട്, അവിടെ ചെല്ലാനുള്ള യോഗ്യത നേടിക്കോ. അല്ലാഹ് എന്ന ചിന്തയിൽ ജീവിച്ച് എപ്പോഴും എനിക്ക് ഖാലിഖായ റബ്ബുണ്ട്. റാബിഅത്തുൽ അദവി റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ ഹദഅത്തിൽ അസ്വാത് വസകനത്തിൽ ഹറകാത് വഖലാ കുല്ലു ഹബീബിൻ ബിഹബീബിഹി. അല്ലാഹ് ശബ്ദങ്ങൾ അവസാനിച്ചു, ചലനങ്ങൾ നിശ്ചലമായി, ആരോരുമില്ല. എല്ലാ ഇഷ്ടന്മാരും അവരുടെ ഇഷ്ടന്മാരുടെ കൂടെയായി പോയി. ഭാര്യമാര് ഭർത്താക്കന്മാരുടെ കൂടെയാണ്, കാമുകന്മാര് സന്തോഷ സല്ലാപത്തിലാണ്. എനിക്കാരുമില്ല, എനിക്ക് നീയേ ഉള്ളൂ, എനിക്ക് നിന്നോടൊന്ന് ചോദിക്കാനുണ്ട്. നരകത്തിൽ നിന്നുള്ള മോചനം വേണം. റാബിഅത്തുൽ അദവി റളിയല്ലാഹു അൻഹു പറയാണ്, പ്രിയമുള്ള സഹോദരിമാരെ, ആ ജീവിതത്തിൽ നിന്ന് പഠിക്കണം, അവിടുന്ന് കാണിച്ച വഴിയിൽ ജീവിക്കണം. അള്ളാഹു നമ്മളെ മുഴുവനും മുത്തഖീങ്ങളിൽ പെടുത്തുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെച്ച്, അള്ളാഹുവിൽ ശരിയായി വിശ്വസിച്ച്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വഴിയിൽ ഏറെ സ്വലാത്ത് ചൊല്ലി നല്ലവരായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാ സഹോദരങ്ങളും എഴുന്നേറ്റ് ഒരു 5 മിനിറ്റ് അടുത്ത് നിന്നാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ എപ്പോഴത്തെയും എല്ലായ്പ്പോഴുമുള്ള നമ്മുടെ പ്രമേയമാണ്. ദുആ നമുക്കുള്ളൊരു ഉപചാരമല്ല, നമ്മുടെ പടച്ചവനോട് ചോദിക്കുകയാണ്, എല്ലാം തരാൻ കഴിവുള്ള അള്ളാഹുവിനോട്. ചില ആളുകൾ വിചാരിക്കും വഅദ് കഴിഞ്ഞു ഇനി ദുആയല്ലേ ഉള്ളൂ പോവാന്ന്. പ്രധാനം ദുആ ആണ്. അദ്ദുആ ഹുവൽ ഇബാദ. ദുആ ആണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇബാദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദുആ ആണ്. ഇത്രയും മുഅ്മിനീങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ട് അള്ളാഹിനോട് ദുആ ചെയ്യുമ്പോൾ കൂട്ടത്തിൽ ഒരു നല്ല മനുഷ്യനെങ്കിലും ഉണ്ടായാൽ, ചെറിയ മക്കളുണ്ട്, മുതഅല്ലിമുകളുണ്ട്, ആലിമുകളുണ്ട്, അവരുടെ ഒക്കെ ആമീൻ കൊണ്ട് നമ്മളൊന്ന് രക്ഷപ്പെട്ടാൽ, അതുകൊണ്ട് വഅദ് കേൾക്കാൻ നിന്ന് എല്ലാവരും ദുആ കഴിഞ്ഞിട്ടേ പോകാവൂ. അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, എല്ലാം തരാൻ അധികാരമുള്ള റബ്ബിനോട്, ഔദാര്യമുള്ള റബ്ബിനോട്, റഹ്മത്തുള്ള റബ്ബിനോട് നമ്മൾ ചോദിക്കുകയാണ്. ചോദിക്കുന്നത് ഞാൻ അതിനൊന്നും അർഹനല്ല, ഞാൻ ഈ കൂട്ടത്തിൽ ഏറ്റവും മോശക്കാരനാണ്. നിങ്ങൾ വലിയ മഹാന്മാരാണ് നിങ്ങളെല്ലാം. കാരണം നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിനെ സ്നേഹിച്ചിട്ടാണ് ഈ മജ്‌ലിസിൽ വന്നിരിക്കുന്നത്. എന്നോട് നേരത്തെ ബുക്ക് ചെയ്തൊരു പരിപാടിക്ക് സമയം നിശ്ചയിച്ചിട്ട് ഞാൻ അതിന്റെ ഔപചാരികതയോടെ വന്ന ആളാണ്. നിങ്ങൾ അങ്ങനെ വന്നതല്ല, നിങ്ങൾ ദീനിനെ സ്നേഹിച്ചു വന്നവരാണ്. നിങ്ങൾ നല്ല മനുഷ്യന്മാരാണ്. നിങ്ങൾ ഇത്രയും നേരം ഇരുന്നത് ദീനിനോടുള്ള സ്നേഹമാണ്, വലിയ ഇബാദത്താണ്. അപ്പൊ കൂട്ടത്തിൽ നിലവാരം കുറഞ്ഞ ആൾ ഞാൻ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്കൊക്കെ നിലവാരമുണ്ട്, നിങ്ങളുടെ ഒക്കെ ആമീന് മഹത്വമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ഖൽബ് നന്നാക്കി പെരുമാറാകട്ടെ. നമ്മളെ എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർത്ത് തരട്ടെ. പ്രിയമുള്ളവരെ, അറിയണം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ ഉഹദിന്റെ രണാങ്കണത്തിൽ അവസാനം ഇങ്ങനെ നോക്കുകയാണ്, ആർക്കാണ് പരിക്ക് പറ്റിയത്, ആരൊക്കെയാണ് മരണപ്പെട്ടത്. അങ്ങനെ നോക്കുമ്പോൾ അതാ ഒരു സ്വഹാബി വിളിക്കുന്നു, യാ റസൂലല്ലാഹ് റഅസി അലാ റിജ്ലൈ. എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നില്ല, മരണത്തോട് മല്ലടിക്കുകയാണ്. ദുനിയാവിലെ അവസാനത്തെ നിമിഷങ്ങളാണ്. ആ സമയത്താണ് ആ സ്വഹാബി വിളിക്കുന്നത്, യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, അവിടുത്തെ കാലൊന്ന് അടുപ്പിച്ചു വെച്ചു തരണം, എനിക്കൊന്ന് തലവലിച്ചു വെക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്തേക്ക് ചെല്ലുന്നു. സ്വഹാബി എഴഞ്ഞ് അവിടുത്തെ ശിരസ് കൊണ്ടുവന്ന് റസൂലുള്ളാഹി തങ്ങളുടെ കാൽപാദത്തിന്റെ മേലെ വെക്കുന്നു. വഫാറഖത് ദുനിയാ, അവിടെ കിടന്ന് വഫാത്തായി പോയി. എത്ര വലിയൊരു ഭാഗ്യമാണ്. ആ സ്വഹാബിക്കറിയാം, ലോകത്തെ രാജാക്കന്മാരുടെ കിരീടത്തെക്കാൾ വലുത് ഈ തങ്ങളുടെ കാലിൽ അണിഞ്ഞിട്ടുള്ള ചെരുപ്പാണ്. ആ ചെരുപ്പിന് കിട്ടിയ ബഹുമാനം ലോകത്തൊരു ഭരണാധികാരിയുടെയും കിരീടത്തിന് കിട്ടിയില്ല, സിംഹാസനത്തിന് കിട്ടിയില്ല.
രാജത്തളങ്ങൾക്ക് കിട്ടിയില്ല, അധികാര പീഠങ്ങൾക്ക് കിട്ടിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പ് അത് ഈ മജ്ലിസിലേക്ക് വന്നാൽ ഒരു മുഅ്മിനങ്ങ് കരഞ്ഞു പോകും. കാരണം അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് നാളെ ജയിക്കാനുള്ളത് ഹാമിലുന അലൈ റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പ് വാഹകൻ എന്നതാണ് ഇബ്നു മസ്ഊദ് തങ്ങൾ നാളെ ജയിക്കാൻ കണ്ടുവച്ചിരിക്കുന്ന മാർഗം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെരുപ്പ് ഊരി വെക്കുമ്പോൾ ഇബ്നു മസ്ഊദ് തങ്ങൾ അത് വേഗം എടുക്കുന്നു. ചിലപ്പോൾ അത് കക്ഷത്ത് വെക്കുന്നു, ചിലപ്പോൾ അത് ചുമലിൽ കൊണ്ട് നടക്കുന്നു, ചിലപ്പോൾ അത് ശിരസിൽ വെച്ചുകൊണ്ട് ആദരിക്കുന്നു. കാരണം അറിയാം, ലമ്മാ റഅയ്തു മിസാലന ലിൽ മുസ്തഫാ ഫമസഹതു വജ്ഹി ബിൽ മിസാലി തബറുകാ. ബഹുമാനപ്പെട്ട യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു കണ്ടില്ലേ, സഅദത്തുദ്ദാറൈനിയുടെ 426-ാമത്തെ പേജിൽ കാണാം, സഈദ് ബിൻ മസ്ഊദ് ബിഖിദ്മത്തി നഅലിഹി വഅന സഈദ് ബിഖിദ്മത്തി ലിമിസാലിഹാ. ഇബ്നു മസ്ഊദ് തങ്ങൾ ജയിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പെടുക്കാനുള്ള ഭാഗ്യം കിട്ടിയത് കൊണ്ട് എനിക്കാ ചെരുപ്പും കിട്ടിയില്ല, എനിക്കാ ചെരുപ്പും കിട്ടിയില്ല. ഞാൻ ആ ചെരുപ്പിന്റെ രൂപം വരച്ചിട്ട് സമാധാനിക്കുകയാണ്. ഞാൻ അതുകൊണ്ട് ജയിച്ചാലോ എന്ന് വിചാരിക്കുകയാണ്. അതേ, ജയിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ കിനാവിൽ പറയുകയാണ്. അതാ ശൈഖ് സഈദ്, അവിടുത്തെ പേന എനിക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹാദാ ലി ശൈഖ് സഈദ്, ഇത് ശൈഖ് സഈദിനുള്ളതാണ്. സഈദ് ആരാണ്? നിങ്ങളല്ലേ പാടിയത്, വന സഈദു ബിഖിദ്മത്തി ലിമിസാലിഹാ. അതേ, മഹാനായ യൂസുഫ് നബ്ഹാനി തങ്ങൾ ജയിക്കാൻ കണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പിന്റെ രൂപകമാണ്. അല്ലാഹ് അവിടുത്തോടുള്ള ഹുബ്ബ് ഞങ്ങളുടെ കൽബിൽ നിറച്ചു തരണം റഹ്മാനേ. മരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിറയെ കണ്ട് നിന്റെ ലിഖാഇൽ പറ്റുന്നൊരു മരണം സാധുക്കളായ ഞങ്ങൾക്ക് ഓശാരം ചെയ്യണം റഹ്മാനേ. ഇപ്പൊ ലക്ഷക്കണക്കിന് ജനങ്ങൾ മദീനത്ത് വന്ന് സലാം പറയുന്ന സമയമാണ്, ഹജ്ജിന്റെ സീസണാണ്. എല്ലായിടത്തുനിന്നും ജനങ്ങൾ വന്നിട്ട് ഓരോ വഖത്ത് കഴിയുമ്പോഴും അല്ലാത്തപ്പോഴും ഇടതടവില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുവാജഹത്തിൽ സലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കും ഒരുപാട് തവണ അവിടെ ചെന്നൊന്ന് സലാം പറയാൻ, അവസാനം അവിടെ ചെല്ലുമ്പോഴെങ്കിലും സലാം പറയുമ്പോൾ മടക്കുന്നതൊന്ന് കേൾക്കാൻ അവസരം നൽകണേ അല്ലാഹ്. അതിന് കൊള്ളുന്നവരും പറ്റുന്നവരും യോഗ്യരുമാക്കി നീ ഞങ്ങളെ നന്നാക്കി തരണം അല്ലാഹ്. എല്ലാവരും ഇഖ്ലാസോടെ ആമീൻ പറയണം. അല്ലാഹു നമ്മുടെ മജ്ലിസ് ഖബൂൽ ചെയ്യട്ടെ. അതിനു മുമ്പ് ഒരു 10 സ്വലാത്ത് മദീനത്തേക്ക് ചൊല്ലണം. തമാശയല്ല, ഉപചാരമല്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്കുള്ള ഹദിയയാണ്, സമ്മാനമാണ്. സ്വലാത്ത് നല്ല റാഹത്തോടെ ചൊല്ലണം. മുത്തുനബി തങ്ങൾക്ക് വലിയ ഇഷ്ടാണ് സ്വലാത്ത് ചൊല്ലുന്നവരെ. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 ഗുണമാണ്. എന്തൊരു മഹത്വമുള്ള കർമ്മമാണ്. അപ്പൊ നന്നായി സ്വലാത്ത് ചൊല്ലി അല്ലാഹുവോട് നമുക്ക് ദുആ ചെയ്യണം. ഈ മജ്ലിസിലും നമുക്ക് നമ്മുടെ വിഷമങ്ങൾ മാറിക്കിട്ടണം. നമ്മളെ അല്ലാഹു നന്നാക്കി തരട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്ലിസ് നിനക്ക് പൊരുത്തപ്പെട്ട മജ്ലിസാക്കണേ അല്ലാഹ്.
ഈ വേദിയിൽ പല വേദികളും പ്രഭാഷണം നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. റഫീഖ് അഹ്സനി എന്നവരെ പോലെ മറ്റുള്ളവരെ എല്ലാവരെയും ഞാൻ ആരാണെന്ന് പരിചയപ്പെടാനും കാണാനും കഴിഞ്ഞില്ല. പല ആളുകളും ഉണ്ടാകും, ദർസ് നടത്തുന്നവരുണ്ടാകും. എല്ലാത്തിലും നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. റഫീഖ് അഹ്സനി നേരത്തെ ഞങ്ങളുടെ നാടിന്റെ അടുത്തുള്ള സ്ഥാപനത്തിൽ സേവനം ചെയ്തിരുന്നു. ഞങ്ങൾ പല സ്ഥലങ്ങളിലും ഒരുമിച്ച് തലേന്നും പിറ്റേന്നും ചിലപ്പോഴൊക്കെ അദ്ദേഹത്തിന് പകരം ഞാനും എനിക്ക് പകരം അദ്ദേഹവും ഒക്കെ ദീനീ പ്രവർത്തനത്തിനു വേണ്ടി അവസരങ്ങളിൽ പലപ്പോഴും സഹകരിക്കാറുണ്ട്. അല്ലാഹുവേ, അവർക്കും ഞങ്ങൾക്കുമെല്ലാം നീ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. നിന്റെ നാഫിആയ ഇൽമ് ഓശാരം കൊണ്ട് ഞങ്ങൾക്ക് നീ കോരിത്തരണം റഹ്മാനെ. ഞങ്ങളെ നീ നന്നാക്കി തരണം റഹ്മാനെ. ഞങ്ങളൊരു നസീഹത്തും നടത്താൻ അർഹരല്ല. ഇത് ഹസൻ ബസരി തങ്ങൾ ചെയ്ത ജോലിയാണ്, അഹ്മദുൽ കബീർ തങ്ങൾ ചെയ്ത ജോലിയാണ്, ബഹുമാനപ്പെട്ട ഇമാം ജുനൈദുൽ ബഗ്ദാദി സയ്യിദുൽ ത്വായിഫ ചെയ്ത ജോലിയാണ്, മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ ചെയ്ത ജോലിയാണ്. അവരൊക്കെ സ്വന്തം വലിയ ശുദ്ധന്മാരായിരിക്കെ നസീഹത്ത് ചെയ്തവരാണ്. ഞങ്ങളൊന്നിനും കൊള്ളരുതാത്തവരാണ്. ഞങ്ങൾ അവര് ചെയ്തത് എടുത്തുദ്ധരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളെ അതിനെ പറ്റുന്നവരാക്കി നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങൾ വഅദ് പറയാൻ അർഹരല്ല. ഞങ്ങൾ നന്നായിട്ടല്ലേ ജനങ്ങളെ നന്നാക്കേണ്ടത്. ഞങ്ങൾക്കതിനൊന്നിനും അറിയില്ല, കഴിയില്ല. ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് ഇങ്ങനെ പറയുന്നു എന്നുള്ളൂ. ഞങ്ങൾ പറയുന്നതിന് നീ ഖൽബ് തരണം റഹ്മാനെ, തഖ്വ തരണം റഹ്മാനെ, നന്നാക്കണം റഹ്മാനെ. اللهم صل على محمد يا رب صل عليه وسلم. എല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന നല്ല സംഭാവന അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഇത് ക്ലിയർ ഉണ്ടോ? നേരത്തെ സക്കീ ഉസ്താദ് സംസാരിച്ചപ്പോ ഒന്നും കേൾക്കുന്നില്ല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ആദർശ ചർച്ചയാണ് ഇനി നമ്മുടെ മുന്നിലുള്ളത്. സംശയാലുക്കളായ അല്ലെങ്കിൽ സംശയം ചോദിക്കുവാനോ ചർച്ചയിൽ പങ്കെടുക്കുവാനോ ഒക്കെ താല്പര്യമുള്ള എല്ലാ ആളുകളും റൈസ് ഹാൻഡ് ചെയ്ത് മുകളിൽ വരണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പല രൂപത്തിലുള്ള ടെക്സ്റ്റുകളും പല സമയങ്ങളിലായി നമ്മൾ കാണാറുണ്ട്. അത്തരം ആളുകളൊക്കെ മൈക്കെടുത്ത് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ എല്ലാവർക്കും കേൾക്കാൻ സാധിക്കും. അതോടൊപ്പം മറുപടികൾ ലഭിക്കുകയും ചെയ്യും. വിശ്വാസപരമായി മനുഷ്യൻ പല രൂപങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന രംഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാലങ്ങളായി വഹാബികൾ അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ
അതുപോലെ മഹാന്മാരായ ഇമാമുകളുടെ കിതാബുകളുടെ ഉദ്ധരണികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളെയൊക്കെ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ സമീപകാലത്ത് പല വിഭാഗങ്ങളും അതേ രൂപത്തിൽ സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് നമ്മളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ്. നമുക്കറിയാം, പഴയ കാലങ്ങൾ മുതൽ നമ്മുടെ ഇമാമുകളൊക്കെയും നമ്മുടെ മുൻഗാമികളൊക്കെയും നമുക്ക് കാണിച്ച് തന്ന ഒരു ജീവിത ചിട്ടയാണ് നമ്മൾ ചൊല്ലി വരാറുള്ള ഹദ്ദാദ് റാത്തീബ് എന്ന് പറയുന്നത്. ഹദ്ദാദ് റാത്തീബിൽ ധാരാളം പവിത്രമായ ദിക്റുകളും ദുആകളുമാണ് ഒരുമിച്ച് കൂട്ടപ്പെട്ടിട്ടുള്ളത്. വളരെ പ്രധാനമായി നമുക്കറിയാം, ഹദ്ദാദിലെ ദിക്റുകളെല്ലാം ഓരോ ദിക്റുകളും 3 പ്രാവശ്യമാണ് നമ്മൾ ചൊല്ലാറുള്ളത്. എന്നാൽ 7 പ്രാവശ്യം പ്രത്യേകമായി എടുത്തു പറയുന്ന ഒരു ദിക്റ് നമ്മൾ കാണാറുണ്ട്. യാദൽ ജലാലി വൽ ഇക്റാം അമിത്ന അലാ ദീനിൽ ഇസ്ലാം. പടച്ചവനെ, സത്യമായ ഇസ്ലാം മതത്തിന്റെ അനുയായികളായി, യഥാർത്ഥമായ വിശ്വാസികളായി ഞങ്ങളെ നീ മരിപ്പിക്കണേ എന്നാണ് അതിന്റെ ലക്ഷ്യം. ഇങ്ങനെ ഈ രൂപത്തിൽ ധാരാളം ദിക്റുകൾ ഒരുമിച്ച് കൂട്ടപ്പെട്ട ദിക്റ് റാത്തീബാണ് ഹദ്ദാദ് റാത്തീബ്. അപ്പൊ ഈ ദിക്റ് സ്ഥിരമായി ഒരാൾ ചൊല്ലിയാൽ അയാളെ പിന്നെ യഥാർത്ഥമായ വിശ്വാസത്തിൽ നിന്ന് അയാൾ മാറിപ്പോവുകയില്ല എന്ന് ചിന്തിച്ചത് കൊണ്ടായിരിക്കാം നമ്മുടെ നാട്ടിലുള്ള വഹാബിസം ഹദ്ദാദ് റാത്തീബ് തന്നെ ചൊല്ലാൻ പാടില്ല എന്ന് അവർ തീരുമാനിക്കുകയാണ്. അതുപോലെ നമുക്കറിയാം, രാവിലെ എഴുന്നേറ്റ് ആദ്യമായി നമ്മൾ നിർവഹിക്കാറുള്ള നിർബന്ധ നിസ്കാരമാണ് സുബ്ഹ് നിസ്കാരം. ആ നിസ്കാരത്തിലെ ഖുനൂത്ത് നമ്മളൊക്കെ ചൊല്ലാറുണ്ട്. അല്ലാഹുമ്മ ഹദിന ഫീമൻ ഹദൈത്, സന്മാർഗത്തിൽ ഞങ്ങളെ നീ ആക്കി തരണേ, നീ നിലനിർത്തി തരണേ എന്നുള്ള ദുആ. ഈ ദുആ നിത്യമായി ചെയ്താൽ പിന്നെ വഹാബിസത്തിന് പ്രസക്തിയില്ല എന്ന് മനസ്സിലാക്കിയ അതിന്റെ അനുയായികൾ എന്നാ പിന്നെ ആ ഖുനൂത്ത് തന്നെ വേണ്ട എന്ന് തീരുമാനിക്കുകയാണ്. ഈ രൂപത്തിൽ സമീപകാലത്ത് മഹാന്മാരായ പണ്ഡിതന്മാർ അവരാണ്